ഇതേ മൈക്കൊക്കെ ഞാൻ ഉണക്കാൻ പോവാ, പരിപാടി ഉറങ്ങാറായി. ആദ്യം തന്നെ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ആ മൈക്കിൽ തൊടുകയോ ഒന്നും ചെയ്തേക്കരുത്. അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് അപ്പൊ ഇന്റർവ്യൂ തുടങ്ങാം. ഇനി നല്ല പിള്ളയോട്ടെ. ഹലോ, നമസ്കാരം. ഷാലിനിയാണ്. സ്റ്റാർ ജാമിന്റെ സമയം. ക്ലോക്കിൽ കുക്കു അടിച്ചില്ലേ, പരിപാടി തുടങ്ങാനല്ലേ. അപ്പൊ പിന്നെ ഞാൻ ഗസ്റ്റിനെ കൊണ്ട് വരണ്ടേ. ഇന്നത്തെ ഈ ഗസ്റ്റിനെ കുറിച്ച് ഞാൻ പറയണോ അതോ ഗസ്റ്റ് തന്നെ പറയോ? ഞാൻ തന്നെ പറഞ്ഞാൽ മതിയോ? ശരി. ഈ ഗസ്റ്റിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന സിനിമയിലൊന്നും അല്ല കേട്ടോ. ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തൊട്ട് എനിക്ക് വളരെ പരിചയമുള്ള ഒരാളാണ്. ആള് അന്നേ ഒരു വലിയ സിനിമാ നടനാവണം എന്നുള്ള ആഗ്രഹത്തിലൊക്കെ നടന്ന ആളാണ്. പലരും പുച്ഛിച്ചിട്ടും എന്തായാലും പലരും പുച്ഛിച്ചിട്ടും ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ഒരു നായക നടനായിട്ടാണ് ഇപ്പൊ ആളിന്റെ മുന്നിലിരിക്കുന്നത്. അമിത് ചക്കാലക്കൽ, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു സോ മച്ച്. ഇന്ന് എന്നോട് ഇപ്പൊ പറഞ്ഞ വാക്കില്ലേ, നടനായിട്ടാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന്, ഇത് കേൾക്കാൻ വേണ്ടി കുറെ വർഷമായിട്ട് ഞാൻ കാത്തിരിക്കുന്ന ഒരു വാക്കാണത്. അതും 1-2 എത്ര വർഷം. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മുതൽ ആണ് ഈ ഐറ്റത്തെ ഞാൻ കണ്ടത്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കസിൻ സിസ്റ്റർ ആണ് പുള്ളിക്കാരി. അന്ന് മുതൽ ഞാൻ എന്ന് ഇവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാലും ഇവിടെ എന്നെ വിളിക്കുന്ന ഒരു വാക്കുണ്ട്, എടാ കറമ്പ കറമ്പ. അതെനിക്ക് വിവരമില്ലാത്തോണ്ടാണ് ഞാൻ റേസിസ്റ്റ് കമന്റ് ഒക്കെ പറഞ്ഞിരുന്നത്. ഇപ്പൊ ഞാൻ പറയണില്ല. ഇതിപ്പോ അമിതിന് അറിയാത്തവർക്ക് കുറേയേറെ കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞാൽ പെട്ടെന്ന് അയ്യോ ഈ കുട്ടി ഒന്നും എന്തായാലും പറയും. അതിൽ ഒരു പേരാണ് പ്രിൻസ് ചക്കാലക്കൽ. സൈറ ബാനുവിലെ കള്ളുകൂടിയനായ സീനിയർ. ഹണിബിയില് ഭാവനയുടെ ചേട്ടനായിട്ട്. അതിന് ഒരു സീൻ ഉണ്ടല്ലോ അല്ലെ, മീനെടുത്തടിക്കണം, തലക്കിട്ടടിക്കണം. എല്ലാവരും ഇന്നും അറിയണത് മീൻ വെച്ച് അടിച്ച ചേട്ടൻ എന്ന് പറഞ്ഞാണ് എല്ലാവരും അറിയണത്. ആണോ? എന്നൊരു കാര്യം പറയട്ടെ, ഇനിയിപ്പോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. വാരിക്കുഴിയിലെ കൊലപാതകം എന്ന് പറഞ്ഞ സിനിമയിലെ ടൈറ്റിൽ കഥാപാത്രം ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുക ചെയ്യും. അങ്ങനെ അറിയണം, എന്നാൽ കുറെ പേര് കാണണം പടം. നാട് നീളെ പോസ്റ്റർ ഉണ്ടല്ലോ. അതെ, പക്ഷെ അതുകൊണ്ട് തന്നെ കുഴപ്പം. കാര്യം അതിനകത്ത് താടിയും മുടിയും വെച്ചേക്കുന്നതുകൊണ്ട് ഇപ്പൊ സാധാരണ താടിയും മുടി എടുത്തു കഴിഞ്ഞപ്പോ ആരും അറിയില്ലല്ലെങ്കിൽ. ശരിക്കും ഷോപ്പിങ്ങിനൊക്കെ പോണ സമയത്ത് ആൾക്കാർ കൂടെ ഒന്ന് ഫോട്ടോ ഇപ്പൊ ആൾക്കാർ കുറെ പേരൊക്കെ വന്ന് വാരിക്കുഴിയിലെ ചേട്ടന്റെ പടമല്ലേന്ന് ചോദിക്കുമ്പോൾ അത് ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും. വാരിക്കുഴിയിലെ കൊലപാതകത്തിലെ ഫാദർ വിൻസെന്റ് കൊമ്പന അല്ലെ? അതന്നെ. അമിത് എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ഒരു നായകനായിട്ട് മലയാള സിനിമയിൽ വരും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രല്ല, ഞാൻ അത് മാത്രല്ല പറഞ്ഞേക്കണേ, നീ ഈ ഷോ ചെയ്ത് തുടങ്ങിയപ്പോ ഞാൻ ഏറ്റവും ആദ്യം ഉള്ളടുത്ത് പറഞ്ഞ ഒരു ദിവസം ഞാൻ നിന്റെ മുമ്പിൽ സ്റ്റാർ ജാമിൽ ഇവിടെ വന്ന് ഞാൻ ഇരിക്കും എന്ന് പറയുമ്പോ എന്റെ അടുത്ത് ഒന്ന് പോടാ നീ ഒലത്തും പറഞ്ഞ ആളാ എന്റെ മുമ്പിൽ. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്, നിന്റെ മുമ്പിൽ ഈ ഷോയിൽ ഇവിടെ വന്നിരിക്കുന്നത്. ദാറ്റ്സ് മൈ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനെന്ന് പറയുമ്പോ ഞാൻ ആലോചിക്കണ്ടോ, നീ ഇതുപോലെ ഒരു ഉഗ്രൻ സിനിമ ചെയ്യുന്നു, ആ സിനിമയിൽ ടൈറ്റിൽ കഥാപാത്രം ചെയ്യുന്നു, ഈ സിനിമ ഇത്രയ്ക്കധികം ആൾക്കാർ കണ്ട് നല്ല റിവ്യൂ പറയുന്നതൊക്കെ എനിക്കറിയോ. ഞാൻ എല്ലാ ദിവസവും എന്റെ മനസ്സെന്നോട് പറഞ്ഞിരിക്കുകയാണ്, എടാ വരും, ഒരു വലിയ പടം വരും, അതിനകത്ത് ഒരു കിടിലൻ ക്യാരക്ടർ ചെയ്യും എന്ന് പറഞ്ഞാൽ ഡെയിലി രാവിലെ എണീക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, ഇത് വരാൻ ഡിലേ ചെയ്യുന്നുള്ളൂ. അമിത്തിന്റെ ഒരു കരിയർ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അമിത് ഇപ്പൊ നിൽക്കുന്ന ഈ വാരിക്കുഴിയിലെ കൊലപാതകം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന അമിത്തിന്റെ മലയാള സിനിമയിലെ ഒരു ഇടം, അത് വെച്ചിട്ട് ഇത്ര നല്ലൊരു പ്രോജക്ട് വരാണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? ഈ പടം ഞാൻ ലാൽ ബഹദൂർ ശാസ്ത്രിയിൽ അഭിനയിച്ചപ്പോഴാണ് രജിഷേറിനെ പരിചയപ്പെടുന്നത്. ഈ പടത്തിന്റെ റൈറ്റർ കം ഡയറക്ടർ. അപ്പൊ ആ പടത്തിൽ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിന്റെ ലാൽ ബഹദൂർ ശാസ്ത്രി കണ്ടവർക്ക് അറിയാം. ആ പടം അവസാനിക്കുന്നത് അർജുൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഒരു വലിയ നടനാവും. വൈറ്റ്ല ജംഗ്ഷനിൽ അവന്റെ പോസ്റ്റർ വന്ന് റൺ എന്നാണ് ആ പടത്തിന്റെ പേര് വെച്ചിരുന്നത്. അപ്പൊ ഈ പടം കണ്ടു കഴിഞ്ഞാൽ എന്റെ മമ്മിയും പപ്പയൊക്കെ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴും വന്ന് പറഞ്ഞു, ഓ ഇതുപോലെ സംഭവിച്ചാൽ മതിയായിരുന്നു. എന്റെ ആഗ്രഹമായിരുന്നത്. ഇദ്ദേഹത്തിന്റെ പടം 2ാം സിനിമ ഈ വാരിക്കുഴിയിലെ കൊലപാതകം വരുമ്പോ അതിൽ ഞാൻ നായകനാകുകയും ചെയ്യും. അതേപോലെ വൈറ്റ്ലയില് അതേപോലെ അതേ സ്ഥലത്ത് പോസ്റ്ററിൽ എന്റെ പേരും വരും എന്ന് പറയുമ്പോൾ എന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഡ്രീം കം ട്രൂ ആയിരുന്നു. ആ ഡ്രീമിനെ കുറിച്ചും ഈ സിനിമ എങ്ങനെ വന്നു അമിത്തിന്റെ അടുത്ത് എന്നുള്ള കഥ നമുക്ക് കേൾക്കാം. ഇപ്പോഴല്ല, 2 പാട്ടിന് ശേഷം ഒളി ഓൺ ക്ലബ് FM സ്റ്റാർ ജാം. കൂടെ ഞാനും ശാലിനി. ഒരു കഥ പറയാൻ തുടങ്ങായിരുന്നു സ്റ്റാർ ജാമിലെ നായകൻ. പക്ഷെ അവിടെ ഞാനൊരു ബ്രേക്ക് എടുത്തിട്ടാണ് 2 പാട്ടിന് ശേഷം നമുക്ക് കഥ കേൾക്കാം എന്ന് പറഞ്ഞത്. വെൽക്കം ബാക്ക് ടു സ്റ്റാർ ജാം. ശാലിനിയാണ് എന്റെ കൂടെ ഉണ്ട്. അമിത് ചക്കാലക്കൽ. വാരിക്കുഴിയിലെ കൊലപാതകം എന്ന് പറഞ്ഞ സിനിമയിലെ ഫാദർ വിൻസെന്റ് കൊമ്പന. അതെ. ഇനി പറഞ്ഞോ, ഈ സിനിമയിലേക്ക് ഇങ്ങനെ വന്നേ? ഈ കഥ എന്നോട് ആദ്യം വിളിച്ച് രേഷേടൻ പടം ചെയ്യാൻ പോവാണ്, നമുക്ക് മീറ്റ് ചെയ്യാം, എനിക്ക് അതിൽ എന്തായാലും ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മുതൽ ഞാൻ പുള്ളിയെടുത്ത് എല്ലാ ദിവസവും ചെല്ലാൻ നോക്കുമായിരുന്നു, ഇനിയിപ്പോ വേറെ ആരും കൊണ്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ ചേട്ടൻ ഇതിന്റെ കഥ പറഞ്ഞു. എനിക്ക് കഥ ഭയങ്കര ഇഷ്ടമായി. ഇത് കഴിഞ്ഞ് പ്രൊഡ്യൂസർ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നു. പുള്ളി ചെന്ന് കഥ പറഞ്ഞപ്പോൾ ആ പ്രൊഡ്യൂസർ പറഞ്ഞോടോ ഇത് നമുക്ക് തന്നെ ചെയ്യാം, വേറെ ആരോടും പറയണ്ട, താൻ ആർട്ടിസ്റ്റ് ഡേറ്റ് എടുത്തോളാൻ പറഞ്ഞു. ഓരോ ആർട്ടിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവരെല്ലാവരും ഓൾറെഡി ബിസിയാണ്, അവർക്ക് ഇത്ര മാസങ്ങൾ കഴിഞ്ഞിട്ട് ഡേറ്റ് തരാനുള്ളൂ. അപ്പോഴേക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ ലഡു പൊട്ടണം, ദൈവമേ ആർട്ടിസ്റ്റ് ഒന്നും കിട്ടാണ്ടായി കഴിഞ്ഞാൽ എന്നെ എങ്ങനെ. പക്ഷെ അപ്പോഴും
പ്രതീക്ഷയില്ല കേട്ടോ. കാര്യം എന്നെ എന്തിനു തന്നെ ഇത്ര നല്ല പ്രൊജക്ടിന് എനിക്ക് തരേണ്ട ആവശ്യമില്ല. പിന്നെ ഡേറ്റ് പ്രശ്നമായപ്പോൾ പുള്ളി നേരെ യങ് ക്രൂവിന് വേണ്ടി ട്രൈ ചെയ്തു. യങ് ക്രൂവിന് വേണ്ടി ട്രൈ ചെയ്തപ്പോൾ പുതിയതായിട്ട് വന്ന കുറച്ച് നല്ല സ്റ്റാർ ആയിട്ട് നിന്ന ആൾക്കാർക്ക് വേണ്ടി ട്രൈ ചെയ്തു. ആന്റണി പെപ്പയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പുള്ളിയും ഞാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളി ബിസി ആയിരുന്നല്ല, നമുക്ക് എത്തിപ്പെടാൻ പോലും പറ്റിയില്ല. അതൊക്കെ എന്റെ എന്താ പറയുക, പ്രാർത്ഥിച്ച ദൈവത്തിന്റെ കഴിവ്. അതായത് സംവിധായകന്റെ കൂടെ ഇവരെ കാണാൻ പോവുകയും ചെയ്യും, പുറകിൽ നിന്നിട്ട് ഒരു കാരണവശാലും ഇവരെ കിട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. സത്യം പറയട്ടെ, കാറിലിരുന്നിട്ട് ഓരോ അപ്പോയിന്റ്മെന്റ് പോകുമ്പോഴും ചേട്ടൻ പറയും, ഷേ ഇതിപ്പോ സമയം പോണല്ലോ എന്ന് പറയുമ്പോ ഞാൻ എന്താണല്ലോ ഏട്ടാ, ഞാൻ എന്റെ ഉള്ളില് അണ്ട് ഭയങ്കര സങ്കടമൊക്കെ അഭിനയിക്കുമ്പോൾ എടുത്ത്. അപ്പൊ ഞാൻ എന്റെ പുള്ളിയുടെ അടുത്ത് ആശ്വസിപ്പിക്കും, കുഴപ്പമില്ല ഏട്ടാ നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ എന്റെ ഉള്ളില് കൊട്ടിക്കല്ലേ ഇത്. അപ്പൊ അങ്ങനെ 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 പോയി വേറൊരു വലിയ താരത്തിന്റെ പള്ളിയിലച്ഛനായിട്ടുള്ള തന്നെ പടം റിലീസ് ആവാൻ പോകുന്നു, ഷൂട്ട് തുടങ്ങാൻ പോകുന്നുള്ള ഒരു ന്യൂസ് വന്നു. ന്യൂസ് വന്നപ്പോൾ രേഷ്യേട്ടൻ ഇരിക്കപ്പെടുത്തില്ല. ആ സമയം സൈറാബാനു റിലീസായത്. സൈറാബാനു റിലീസായി ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു, ചേട്ടാ ഇന്ന് നമുക്ക് വേറെ പരിപാടി വേണ്ട, നമുക്കൊന്ന് പോയിട്ട് പടം ഒന്ന് കാണാന്ന് പറഞ്ഞു. പടം കണ്ടിറങ്ങി പിറ്റേ ദിവസം രേഷ്യേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, എടോ ഞാൻ തന്നെ വെച്ച് ചെയ്യാൻ ഞാൻ കോൺഫിഡന്റ് ആണ്, ഇനിയിപ്പോ ഡേറ്റിന് വേണ്ടി നമുക്കുള്ള കറക്കം നിർത്താം, ബാക്കി പരിപാടി തുടങ്ങാന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ എന്റെ ദൈവമേ, മറ്റേ ഓണവും ക്രിസ്മസും എല്ലാം കൂടി ഒരുമിച്ചൊന്നു പോലത്തെ ആ കോള ഉണ്ടാവും. പക്ഷെ അടുത്ത പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തു. ഉറപ്പ് പറഞ്ഞ പ്രൊഡ്യൂസർ പോലും എന്നെ വെച്ച് ചെയ്യാന്ന് പറയുമ്പോൾ പുള്ളിക്ക് കോൺഫിഡൻസ് ഇല്ല. പക്ഷെ അപ്പൊ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു, 2-3 കുറെ എല്ലാ ആൾക്കാരും കഥ കേട്ട് ഞങ്ങൾ പോന്നു കഴിയുമ്പോൾ പുള്ളിനെ വിളിച്ച് പറയും, എടാ മോനെ നീ നിന്റെ ജീവിതം കളയരുത്, വല്ലപ്പോഴേക്കും ഇങ്ങനത്തെ കഥ കിട്ടുള്ളൂ, നീ ബുദ്ധിപൂർവ്വം ചിന്തിക്ക്, ഡേറ്റ് വേണ്ടി ഞാൻ എടുത്തു തരാം, അവനെ മാറ്റ്, വേറെ ആളെ വെച്ചാണെങ്കിൽ നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞു. ഇതൊക്കെ കോൾ വരുമ്പോൾ എന്റെ ഉള്ളൊരു ഡൗട്ടാ, ദൈവമേ ഇതിപ്പോ ഇയാളുടെ മനസ്സെങ്ങനെ മാറും, കാര്യം ജീവിത പ്രശ്നം എല്ലാവരുടെയും. അപ്പൊ ഞാൻ പുള്ളി വലിയ വലിയ കാറിൽ നിന്നൊക്കെ വണ്ടി നിർത്തി ഇറങ്ങി വരുമ്പോ എന്റെ ഉള്ളിൽ ചങ്കിടിപ്പാണ്, ആയാ സെറ്റായാ വല്ല ഡേറ്റും കിട്ടിയാ. പക്ഷെ അതൊന്നും നടന്നില്ല. വൈകിട്ട് പതിയെ ഞങ്ങള് ബാംഗ്ലൂർ ഒരു പ്രൊഡ്യൂസറെ കാണാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഇതുപോലെ തന്നെ അമിത്തിനെ വെച്ച് പറ്റിലിടുവോ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഫ്രണ്ടാ, പുള്ളി ഓപ്പൺ ആയിട്ട് പറഞ്ഞു, കാരണം എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാ. തിരിച്ച് ഞങ്ങൾ വന്ന വഴി എന്റെ ഉള്ളൊരു പ്ലാൻ ആയിരുന്നു, കോഴിക്കോട് 2 പേര് എന്നാളെ എന്റെ അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആവാനല്ലേ, നമുക്ക് വയനാട് വഴി വരാന്ന് പറഞ്ഞ് പുള്ളി നൈസായിട്ട് ട്യൂൺ ചെയ്ത് വയനാട് വഴി കൊണ്ടുവന്ന് കോഴിക്കോട് നിർത്തി. ചായ കുടിക്കാൻ വേണ്ടി ഇവരുടെ ഓഫീസിന്റെ സൈഡിൽ നിന്നുള്ള ചായക്കട കൊണ്ട് നിർത്തി. എന്നിട്ട് ഇവരോട് പറഞ്ഞു, മച്ചാനെ ഞങ്ങൾ ഇങ്ങനെ കഥ പറയാൻ വേണ്ടി പോയി. അപ്പൊ ഈശ്വരന്റെ വണ്ടിക്കകത്ത് ഉറങ്ങാൻ. എന്തിനു പോയടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പടം സൂപ്പർ പടോടൂ, പക്ഷേ പ്രൊഡ്യൂസർ സെറ്റ് ആയിട്ടില്ലെന്ന് പറഞ്ഞു. ഇവരുടെ ക്യൂരിയോസിറ്റി. അപ്പൊ ഇവര് പറഞ്ഞു, ആണോ നമുക്കൊന്ന് കേൾക്കാന്ന് പറഞ്ഞു. ഞാൻ നേരെ പറഞ്ഞു, പുള്ളി ടയർഡാണ്, ഞാൻ ചോദിച്ചു നോക്കാം, നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. രേഷന്റെ അടുത്ത് പറഞ്ഞു, രേഷയുടെ ഒന്ന് അവര് കഥ പറയാനായിട്ട് മച്ചാനെ പറയാന്ന് പറഞ്ഞു. 2 പേരത്ത് നാടകം കളിച്ച് ഒരു റൂമിൽ കൊണ്ടിരുത്തി. കഥ രേഷേട്ടൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ അവര് പറഞ്ഞു, മച്ചാ നമ്മളത് ചെയ്യണേ, ഇതിലെ സ്റ്റാറും കാര്യങ്ങൾക്ക് വേണ്ടി മുടക്കണ പൈസ നമുക്ക് ടെക്നിക്കലി മുടക്കാം, നമ്മൾ ഒരുമിച്ച് ടീമായിട്ട് സാധനം കംപ്ലീറ്റ് ചെയ്യും. ആ കോഴിക്കോട് നിന്ന് അവർ 2 പേരും പറഞ്ഞ ധൈര്യത്തിൽ ഈ പടം പ്രൊജക്ട് ഓൺ ആയി. അങ്ങനെ ആ സിനിമയിലെ ഫാദർ വിൻസെന്റ് കൊമ്പനയായി അമിത് ചക്കാലക്കൽ തിയേറ്ററിൽ നിറഞ്ഞാടുകയാണ്. താങ്ക് യു. അതിലെ പാട്ടോടുകൂടി തുടങ്ങിയാലോ? ഇന്ന് ശാലിനിയുടെ കൂടെ സ്റ്റാർ ജാമിൽ ഞാനാണ് അമിത് ചക്കാലക്കൽ. വാരിക്കുഴിയിലെ കൊലപാതകം എന്ന് പറഞ്ഞ സിനിമയില് ഇതിലെ നായകന്റെ എൻട്രി, അതായത് ഫാദറിന്റെ എൻട്രി, അതായത് അമിതേ നിന്റെ എൻട്രി, ഒട്ടുക്കത്തെ BGM ഒക്കെ കൊടുത്തുള്ള ഗംഭീരമായിട്ടുള്ള എൻട്രിയാണ്. സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള എൻട്രിയിൽ പ്രതീക്ഷിക്കുന്ന ചില മുഖങ്ങൾ വലിയ വലിയ നടന്മാരുടെയാ, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നടന്മാരുടെയാ. അപ്പൊ ഇതുപോലൊരു എൻട്രി ആണെന്ന് അറിഞ്ഞപ്പോഴത്തെ ഒരു രോമാഞ്ചൊക്കെ വന്നു. അല്ല, എനിക്ക് ചേട്ടൻ ഇങ്ങനെ ഒരു എൻട്രി ആണ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ, അതായത് കഥ പറയുമ്പോൾ പുള്ളി പറയുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് പറയും. ശരിക്കും ആ കേട്ടിരിക്കുമ്പോ തന്നെ നമുക്ക് ആ വിഷ്വല് കാണാം. പുള്ളി ഇങ്ങനെ കഥ പറയുമ്പോൾ തന്നെ ഞാനിങ്ങനെ ആ സ്ഥലത്ത് ആദ്യം ചേട്ടൻ പല ആക്ടേഴ്സ് ആയിട്ട് ആദ്യം കഥ പറയുമെങ്കിലും എന്റെ ഉള്ളില് ഞാൻ എന്നെ ഇങ്ങനെ വെച്ചിങ്ങനെ കാണുമായിരുന്നു. എന്റെ അമ്മ അത് ഞാനല്ല, പക്ഷെ എന്നാലും ഇങ്ങനെ ഉള്ളിലിരുന്ന് കൊതിച്ച ഒരു ഫാക്ടറാണ്. കാരണം തിയേറ്ററിൽ പോയിരുന്നു നമ്മള് ഇവരുടെയൊക്കെ സൂപ്പർ സ്റ്റാർസിന്റെ ഒക്കെ എൻട്രി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു എനർജി അത്. ഇത് പടത്തില് പിന്നെ ഞാനായിന്ന് പറഞ്ഞപ്പോ ഈ ഷൂട്ട് ചെയ്യണ ദിവസമുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇതാടോ തന്റെ എൻട്രി ഷൂട്ട് ചെയ്യാൻ പോണെന്ന്. ഞാൻ പുള്ളി എന്താ പറയാ ആരോടൊക്കെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. അന്ന് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം, ഒരു തടസ്സവും വരല്ലേ, ബസ്സുകളൊക്കെ കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോണേ, ഒരു തടസ്സവും വരല്ലേ എന്ന് പറഞ്ഞ ഉള്ളിൽ പ്രാർത്ഥിച്ച് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഭയങ്കര ആഗ്രഹമാണല്ലോ പണ്ട് തൊട്ടേ സിനിമാ നടനാണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ ആഗ്രഹമുള്ള ആൾക്കാര് വെറുതെ ഇപ്പൊ ലുലുമോളിലൂടെ നടക്കുമ്പോഴും ചിലപ്പോ മനസ്സിനകത്ത് BGM ഇട്ടിട്ടായിരിക്കും നടക്കുക. അങ്ങനത്തെ ശീലമുണ്ട്. അതാണ് ഞാൻ ഈ നമ്മള് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോസ്റ്റ് കിട്ടുമ്പോൾ എപ്പോഴും എന്റെ അടുത്തൊരു ഹെഡ്ഫോൺ ഉണ്ടാവും. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സോങ്സ് കേൾക്കുമ്പോഴൊക്കെ ആ കസേരയിൽ നിന്നിട്ട് നമ്മൾ ചായ വനിക്കാൻ പോകുമ്പോഴൊക്കെ ആ ഒരു 5-6 സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ നമ്മൾ പോവുള്ളൂ. അത് അങ്ങനെ പറഞ്ഞ് അപ്പൊ ഇങ്ങനെ അത് കഴിഞ്ഞ് ചായ കുടിക്കാൻ ചെത്തിക്കഴിഞ്ഞ് ചായ കുടിച്ച് കഴിയുമ്പോൾ നമ്മളുടെ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞ് അവസാനിക്കും. പക്ഷെ അത് ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിരുന്നത്. പിന്നെ ഇതിലൊരു പ്ലസ് പോയിന്റ് ഇപ്പൊ അത് അങ്ങനെ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിലും ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് ആ സീൻ പോയേക്കുന്നത്. ഒരിക്കലും ഒരു അമാനുഷികതയോ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ എന്ന് പറയിക്കില്ല. ഉണ്ടായിരുന്നു. കാര്യം ഞാൻ ചേട്ടനോട് ചോദിച്ചേട്ടാ ഇത് ഇങ്ങനെ വന്ന് ഇറങ്ങി കഴിയുമ്പോൾ വലിയ ആൾക്കാരൊക്കെ വരുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യും, നമ്മൾ ചെയ്യുമ്പോൾ അത് എങ്ങനെയാവും എന്ന് പറയുമ്പോൾ പുള്ളി കറക്റ്റ് ആയിട്ട് ഇന്ന കാരണങ്ങളുണ്ട് അത് ഇങ്ങനെ വരുള്ളൂ
വരുള്ളൂ. അത് മാത്രമല്ല ഇപ്പൊ ഈ സിനിമയിലെ നായകനായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ആളുടെ കോലം എന്താ, ഈ മുടിയൊക്കെ നീട്ടി വളർത്തി താടി, എന്തൊരു താടിയത്. കാര്യം ഇതിൽ 2 ഗെറ്റപ്പ് ഉണ്ട്. ഒന്ന് പോലീസ് പഴയ ബാക്ക് സ്റ്റോറിയിൽ ഉണ്ടെങ്കിലും പ്രസന്റ് ഗെറ്റപ്പിൽ ഇത്രയും താടിയും മുടിയുണ്ട്. അപ്പൊ ഞങ്ങള് പ്രൊഡ്യൂസേഴ്സിനെ കിട്ടാൻ വേണ്ടി സമയം എടുത്തുകൊണ്ടിരിക്കുന്ന സമയം ഫസ്റ്റ് കഥ പറഞ്ഞിട്ട് പുള്ളി ഞാൻ ആദ്യം ഡിസൈഡ് ചെയ്തു തന്നെ വെച്ച് ചെയ്യാന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഒരു മാർച്ച് മാസമാണെങ്കിൽ പുള്ളി എന്നോട് പറഞ്ഞു അമിതൊരു കാര്യം ചെയ്യും, താൻ താടി മുടിയങ്ങ് വളർത്ത്, നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് പിടിക്കാന്ന് പറഞ്ഞു. ആ താടിയും മുടിയും വളർന്നു വന്ന സമയം കൊണ്ടാണ് പ്രൊഡ്യൂസർ കൺഫേം ആയത്. അപ്പൊ എന്തായാലും ഞാൻ മുടിയൊന്നും വെട്ടിയില്ല. അപ്പൊ ആ താടി കണ്ടിന്യൂ വളർന്നു ഒരു ഇതൊക്കെ വന്നു. അപ്പൊ അതിന്റെ അകത്ത് ഈവൻ ഈ അച്ഛന്മാരുടെ ഒരു കണ്ടക്റ്റിൽ പറയുന്നത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരിൽ അട്രാക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഡ്രസ് ചെയ്യാൻ പാടില്ല, മുടി വെട്ടാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണ് അവരുടെ സന്യാസ ജീവിതമാണല്ലോ. അപ്പൊ അതായിട്ട് വെച്ച് നോക്കുമ്പോൾ ഈ ക്യാരക്ടർ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. കാര്യം മുടി ഒരിക്കലും ഇങ്ങനെ ചീവി വെച്ച് താടി വെട്ടി ഒതുക്കി വരച്ച പോലെ അറബികളുടെ പോലെയൊന്നും അല്ല വെച്ചേക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റാ. പക്ഷെ നമ്മളുടെ എല്ലാ അഭിനയിക്കുന്ന ആൾക്കാർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, സുന്ദരനായിട്ടിരിക്കണം, നല്ല ഭംഗിയിൽ നമുക്ക് വേണ്ടി മേക്കപ്പ് ചെയ്യാനും ഇതിനൊക്കെ ഒരാളുണ്ടാവണം. അതൊന്നും ഉണ്ടായില്ല. അല്ല തന്നെ ദുർബല ഇപ്പൊ ഗർഭിണി എന്ന് പറഞ്ഞ എന്റെ അവസ്ഥ. അല്ല ഇതേ ലുക്ക് തന്നെയല്ലേ കായംകുളം കൊച്ചുണ്ണിയിലോ? അതെ. അപ്പൊ ആ കായംകുളം കൊച്ചുണ്ണി അതിന്റെ ഇടയിൽ വന്ന പ്രൊജക്റ്റാണ്. അതിന്റെ ക്യാരക്ടറിന് ഈ ലുക്ക് കറക്റ്റ് ആയിരുന്നു. കായംകുളം കൊച്ചുണ്ണി കണ്ടിന്യൂറ്റി കഴിയുന്നവരെ നമുക്ക് ഇത് തൊടാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ ഇങ്ങനെ എല്ലാം കൊണ്ടും ഇങ്ങനെ ഇരിക്കാനായിരുന്നു യോഗം. ഇതിപ്പോ സ്റ്റാർ ജാമിൽ വന്നിരിക്കാൻ യോഗം ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു പാട്ട് പറഞ്ഞു, അത് പോയിച്ചേരാം. താളവട്ടം മൂവിയിൽ ഒരു പാട്ടുണ്ട്, പൊൻവീണെ, എന്റെ ഫേവറേറ്റ് സോങ്ങിൽ ഒന്നാണത്. കേൾക്കാലോ? യെസ്. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ സുഹൃത്തുക്കളൊക്കെ ആരൊക്കെ എന്തായി തീരുന്നുള്ള കാര്യം ഒരെത്തും പിടിയും കിട്ടില്ല. നമുക്ക് നമ്മുടെ ഭാവിയെ കുറിച്ച് പോലും അറിയില്ല. അപ്പോഴാണല്ലേ നമ്മൾ സുഹൃത്തുക്കളുടെ കാര്യം ആലോചിക്കുക. പക്ഷെ എന്താവണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ബോധമുണ്ടായിരുന്ന ഒരാളാണ് ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിൽ എന്റെ ഗസ്റ്റ് ആയിട്ടുള്ളത്. ആളെന്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. ഹലോ, ഹായ്, ഞാൻ അമിത് ചക്കാലക്കൽ. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ബാല്യകാല സുഹൃത്തെ. അതെ. അവന് സ്കൂളിൽ പഠിക്കുമ്പോ തൊട്ടേ സിനിമാ നടനാവണം തന്നെയായിരുന്നു ആഗ്രഹം? അതെ. ശരിക്കും? ഇപ്പൊ നമ്മൾ ഈ ചെറിയ ക്ലാസ്സിലെ ടീച്ചർമാർ ചോദിക്കില്ലേ എന്താ അമിത്തെ ആഗ്രഹം ചോദിക്കുമ്പോ എന്താ പറയാ? എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ പേടിയായിരുന്നു. കാര്യം ഈ കണ്ണാടി പോയിട്ട് നമ്മൾ നോക്കൂലേ, ഞാനും കണ്ടിട്ടുണ്ടല്ലോ പണ്ട്. അതെ, നല്ല കോലായിരുന്നല്ലോ. സ്കൂളിൽ കണ്ണാടി പോയി നോക്കുമ്പോ ആ കണ്ണാടിയിലെ ആള് തന്നെ നമ്മളോട് പറയും വേണ്ട വേറെ എന്തെങ്കിലും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ തമാശക്കൊക്കെ പറയും എനിക്ക് പൈലറ്റ് ആവണം, ഇതാവണം എന്നൊക്കെ പറയും. പക്ഷെ എന്റെ ഉള്ളിൽ ആഗ്രഹം തന്നെയാണ്. പക്ഷെ പറയാൻ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കളഞ്ഞ ഏറ്റവും വലിയ ആളൊക്കെയാണ് നീ. ഇടയ്ക്ക് പറയേണ്ട ആവശ്യമില്ല കേട്ടോ, അതെനിക്ക് അന്ന് പറ്റി, ഞാൻ ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ടല്ലേ. അപ്പൊ ഇത് തന്നെ ആഗ്രഹം, പക്ഷെ പറയാൻ ധൈര്യം ഉണ്ടായില്ല. ഇത് പറയാൻ ധൈര്യം ഉണ്ടായത് ഇപ്പൊ എന്റെ സീനിയർ ആയിരുന്നു നിവിൻ പോളി, പിന്നെ അജു ചേട്ടൻ, അജു വർഗീസ്, പിന്നെ ആസിഫ് അലി, ഞങ്ങളൊക്കെ ബാച്ച്മേറ്റ്സ് ആയിരുന്നു. അപ്പൊ എന്റെ കൂടെ എനിക്കറിയാവുന്ന ആൾക്കാരൊക്കെ മൂവിയിൽ വന്നു തുടങ്ങി, അവരെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്ത് തുടങ്ങിയപ്പോ എനിക്കും തോന്നി എടാ ഇതിപ്പോ നമ്മളും ട്രൈ ചെയ്തില്ലെങ്കിൽ നഷ്ടമാണ്. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം, ഇവരൊക്കെ സിനിമയിൽ വന്നപ്പോ അമിത്തിന് സ്വയം തോന്നിയിട്ടുണ്ടോ ഇവർക്കൊക്കെ സിനിമയ്ക്ക് അറിയാമെങ്കിൽ പിന്നെ എനിക്ക് എന്താ സിനിമയ്ക്ക് അറിയാം? അല്ല, എനിക്ക് തോന്നാൻ കാര്യം എന്താ പറയുക, നമ്മൾ നേരെ ഒരുമിച്ച് കളിച്ചു വളർന്ന ആൾക്കാർ, ഇപ്പൊ ഈ ഒരുമിച്ച് കളിച്ചു വരുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും ഒരു പ്രത്യേകത കാണില്ല, നമ്മളെ പോലെ തോന്നുള്ളൂ. അപ്പൊ നമ്മൾ അവര് വന്നു കഴിഞ്ഞപ്പോ ഞാൻ വെച്ച് ഈടാ ഇതിപ്പോ ഇവർക്കൊക്കെ പറ്റുമെങ്കിൽ നമ്മൾ ശ്രമിക്കണമല്ലോ എന്ന് വിചാരിച്ച് ശ്രമിച്ചാണ് സത്യത്തിൽ. ഒരു കാര്യം കൂടി, ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇവരെക്കാളൊക്കെ ഗ്ലാമർ എനിക്കുണ്ടല്ലോ, പിന്നെ എനിക്ക് എന്താ സിനിമയ്ക്ക് അറിയാം? ഞാൻ ഭയങ്കര കോംപ്ലക്സ് ഉള്ള ആളാണ്. എനിക്ക് എത്ര ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് എന്നെ ഭയങ്കര കുറച്ചിലായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സ്വയം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എന്നോട് എല്ലാവരും പറയാം നീ കുറച്ചും കൂടിയൊക്കെ നീ സ്വയം ഒന്ന് വിശ്വസിക്കത്തിരി ഭംഗിയുണ്ടെന്ന്. എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ഉള്ള ആളാണ്. ആ കോംപ്ലക്സിനാണ് നീ എല്ലാം കൂടി കളിയാക്കി കൊന്ന്. അല്ല, പണ്ടത്തെ അമിത്തിന്റെ അഹങ്കാരം വെച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. പുറത്താണെങ്കിൽ അഹങ്കാരം, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ഉണ്ട്. ശരിക്കും അത് ഇപ്പോഴും ഉണ്ട് കോംപ്ലക്സ്, ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പൊ എന്താ കോംപ്ലക്സ്? ഒരു പാട്ടൊക്കെ വരുമ്പോ ഇപ്പൊ നമ്മുടെ നിവിൻ പോളിയും അല്ലെങ്കിൽ അങ്കമാലിയുടെ റേസിലെ പെപ്പെ അല്ലെങ്കിൽ പുതിയ ജനറേഷൻ ആൾക്കാരൊക്കെ പാട്ടിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ദേ ആർ വെരി ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് അവർ. അപ്പൊ ഇത് എന്റെ ഉള്ളിൽ തോന്നാറുണ്ട് എന്നെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞ് ഇതുപോലെ ഭംഗി ഉണ്ടാവും. ഇനിയിപ്പോ അതുകൊണ്ടാണ് ഇനിയിപ്പോ എനിക്കൊന്നും വിളിച്ച് ചാൻസ് തരാത്തത്, അല്ലെങ്കിൽ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ടൊക്കെ അഭിനയിക്കുമ്പോൾ യു ഷുഡ് ബി വെരി അട്രാക്റ്റീവ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പൊ എന്നോട് എന്റെ വേണ്ടപ്പെട്ടവരൊക്കെ പറയും, പിന്നെ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഓരോരുത്തർ കമന്റ് ചെയ്യില്ലേ ചേട്ടാ നല്ല പിക് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവരൊക്കെയാണ് സത്യം പറഞ്ഞ കോൺഫിഡൻസ് തന്നത്. പ്രോത്സാഹിപ്പിക്കും അല്ലേ? ഓരോ പിക്സ് ഒക്കെ ഇടുമ്പോൾ ചേട്ടാ അടിപൊളിയായിട്ടുണ്ട്, കാണാൻ നല്ല രസമുണ്ടെന്ന് പറയുമ്പോൾ മൂവിക്ക് ട്രൈ ചെയ്ത് തുടങ്ങിയപ്പോൾ മുതലാണ് നമ്മൾ നല്ല പിക്സ് ഇടാനൊക്കെ തുടങ്ങുന്നത്. അപ്പൊ ആ പിക്സ് ഇട്ട സമയത്ത് താഴെ വന്ന് കമന്റ് ചെയ്ത ഓരോ പെമ്പിള്ളേരുടെയൊക്കെ അവരുടെ കമന്റ്സ് ഗിവൻ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ നെറ്റിയിൽ എന്താ നിറച്ച് പാടും വെട്ടുകുത്തൊക്കെ? അത് ഓരോ ആക്സിഡന്റ് പറ്റിയതാ, ബൈക്ക് ആക്സിഡന്റ്സ് പറ്റിയതാണ്. കയ്യിലിരിപ്പ് ശരിയല്ല അല്ലേ? അതെ, ചെറുതായിട്ട്. പണ്ട് തന്നെയായിരുന്നു കുഴപ്പം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, കയ്യിലിരിപ്പ് ശരിയല്ല. അതുകൊണ്ടാണ് കുറെ സ്കൂളിലൊക്കെ ആയിട്ടാണ് പ്ലസ് ടു എത്തിയത്. എനിക്കറിയാം. പക്ഷെ എല്ലാവർക്കും ഈ കഥകളൊക്കെ അറിയണമെന്നില്ലല്ലോ. ഈ കഥകളൊക്കെ കേൾക്കാട്ടോ അമിത്തിന്റെ. ഇപ്പോഴല്ല, 2 പാട്ടിന് ശേഷവും ഒളിയോൺ ക്ലബ് FM സ്റ്റാർ ജാം. കൂടെ ഞാനും ശാലിനി. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ.
സ്റ്റാർ ജാമില് പതിവ് പോലെ ഞാനുണ്ട് ശാലിനി. എന്റെ കൂടെയുള്ള ഒരു കഥാപാത്രത്തിന്റെ പേര് ഫാദർ വിൻസെന്റ് കൊമ്പന. പേര് കേൾക്കുമ്പോൾ തന്നെ സിനിമ ഓർമ്മ വരുന്നുണ്ടല്ലോ അല്ലെ? ഇനിയിപ്പോ സിനിമയുടെ പേര് ആള് തന്നെ പറഞ്ഞുതരും. വാരിക്കുടിയിലെ കൊലപാതകം. ഈ സിനിമയിലെ ടൈറ്റിൽ കഥാപാത്രം ഫാദർ വിൻസെന്റ് കൊമ്പനയായിട്ട് അഭിനയിച്ച അമിത് ചക്കാലക്കൽ ഓൺ മൈ ഷോ. ഹലോ. സിനിമയിൽ അഭിനയിക്കാൻ കുട്ടിക്കാലം തൊട്ടേ താല്പര്യമുള്ള ആളാന്ന് പറഞ്ഞു. ചില ആൾക്കാരുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അവര് വളർത്താനായിട്ട് എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അമിത് എങ്ങനെയൊക്കെ അത് വളർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്? അത് പഠിക്കാമല്ലോ പോയോ? ഇല്ല, പഠിക്കാനൊന്നും പോയില്ല. കാര്യം എനിക്കും അങ്ങനെ അറിയത്തില്ലായിരുന്നു എവിടെയൊക്കെ ഈ ആക്ടിങ് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ആൾക്കാരെ പറ്റിച്ചാണ് അഭിനയിക്കാൻ പഠിച്ചത്. അതായത് ഞാൻ ഈ ഇൻഷുറൻസ് പോളിസീസ് വിൽക്കാൻ പോയിരുന്നു. കോളേജിലൊക്കെ കുറച്ചധികം സമയം പാസ്സാവാൻ എടുത്തൊക്കെ ഉണ്ട്. ആ കുറെ സമയം വെറുതെ ഇരുന്നിട്ടുണ്ട്. ആ സമയത്ത് അത്യാവശ്യം പോളിസി വിൽക്കാൻ പോകും, വണ്ടികൾ വിൽക്കാൻ പോകും, എന്തെങ്കിലും വിറ്റാൽ കമ്മീഷൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പോകുമായിരുന്നു. അപ്പൊ അതെല്ലാം നമ്മൾ കസ്റ്റമേഴ്സിന് ചെന്ന് കഴിയുമ്പോൾ കൺവിൻസ് ചെയ്യണം. നമ്മുടെ വായല നാക്കുണ്ടെങ്കിൽ കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ചില സമയത്ത് ചില നുണകളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നമ്മളുടെ ഫ്രണ്ട്സിനെ തന്നെ ആയാലും അപ്പനമ്മേനായാലും എന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞ് അവരെയൊക്കെ ഞാൻ ഫലിപ്പിക്കും അല്ലെങ്കിൽ വിശ്വസിപ്പിക്കും. അത് തന്നെയാണ് ഇത്. നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിനെ ആൾക്കാരെ വിശ്വസിപ്പിക്കണം എന്ന ആളാണെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ അഭിനയിച്ച് ഞാൻ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത് തന്നെ ഏറ്റവും നല്ല പരിപാടി എനിക്ക് പറ്റണത് തന്നെയാണ്. വായല നാക്കും അഭിനയിച്ചും ജീവിക്കാൻ പറ്റുമെങ്കിൽ എനിക്കും പറ്റും. ഐ ബിലീവ്ഡ് ഐ ക്യാൻ ബി ഗുഡ് ആക്ടർ. ചുരുക്കത്തിൽ കയ്യിലെ ഉടായ്പ കൊണ്ടാണ് ഇവിടെ ഒരാൾ നടനായത്. അതാണ് പറഞ്ഞു വന്നത് ചേട്ടൻ. പക്ഷെ ഒന്നും കള്ളത്തരം ചെയ്തിട്ടില്ല. മാന്യമായിട്ട് വരുമാനം കിട്ടുന്ന എല്ലാ പണിയും ഞാൻ ചെയ്തിട്ടുണ്ട്. കാര്യം ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചു നിൽക്കുമ്പോൾ ഒരുപാട് പടങ്ങൾ ബാക്ക് ടു ബാക്ക് ഒന്നും കിട്ടത്തില്ല. അപ്പൊ ആ ഉള്ള സമയം നമ്മൾ എന്ത് ചെയ്തെങ്കിലും ചെയ്ത് പിടിച്ചെന്നേ പറ്റുള്ളൂ. നമ്മൾ മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള ഇന്ന് ഓൺലൈനും എല്ലാം ഒരുപാട് പരിപാടിയുണ്ട്. അപ്പൊ എന്തും ചെയ്യും ഞാൻ. ആ കോൺഫിഡൻസിലാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. യെസ്, കറക്റ്റ്. വാരിക്കുഴിയിലെ കൊലപാതകം എന്ന് പറഞ്ഞ സിനിമയിലെ ഫാദർ വിൻസെന്റ് കൊമ്പന ഈ ക്യാരക്ടറുമായിട്ട് എന്തുമാത്രം ബന്ധമുണ്ട് അമിത്തിന്? സ്വന്തം ലൈഫിൽ ഒന്നും ഉണ്ടാവില്ലെന്ന് അറിയാൻ ഞാൻ ചോദിക്കുക. ഇല്ല, സ്വന്തം ലൈഫിലും ഈ പറഞ്ഞ പോലെ കുറെ ബന്ധമുണ്ട് കേട്ടോ. ആളൊരു തല്ലിപ്പൊളിയാണ്. അതെ, ആള് ഒന്ന് പറഞ്ഞാൽ രണ്ടിനും ചൂടാവും, മുഖത്തോക്കി കാര്യം പറയും. പക്ഷെ ചൂടായാലും കാര്യം പറഞ്ഞാലും അവര് ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ആരെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ കാര്യം പറയാം. എന്താ നീ അങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്ന് ചോദിക്കുകയും ചെയ്യും, വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യും. അത് ആ ക്യാരക്ടർ ഇതുപോലെ തന്നെയാണ്. പ്രണയത്തിനെ അനുകൂലിക്കുന്ന ആളാണ്. ലൈഫിൽ പ്രേമം അല്ലെങ്കിൽ സ്നേഹം ഉണ്ടായാലേ മുമ്പോട്ട് എല്ലാ രീതിയിലുള്ള റിലേഷൻ മുമ്പോട്ട് പോകുള്ളൂ. ഫ്രണ്ട്ഷിപ്പും എല്ലാം ആണല്ലേ. അങ്ങനെ ജീവിതത്തിൽ എത്ര പ്രണയം ഉണ്ടായിട്ടുണ്ട്? കുറെ നല്ല പെൺപിള്ളേര് എന്നെ ഇഷ്ടമാണെന്ന് കുറച്ചുപേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഏതാ കൂടുതൽ, അങ്ങോട്ട് പറയണോ ഇങ്ങോട്ടോ എന്നാണോ? എനിക്ക് അങ്ങോട്ട് പറയാനായിട്ട് കുറെ പേരോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു ഈ പറഞ്ഞ ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ റിജക്ഷൻ കിട്ടുമോ, റിജക്ഷൻ കിട്ടിയ എനിക്കൊരു മടിയാണ്. കാര്യം ഫേസ് ചെയ്യാൻ പറ്റില്ല പിന്നെ അവരെ. അതുകൊണ്ട് കുറെ പേരത് പറയാതെ പോയതാ. ഇപ്പൊ ഞാൻ പറയാനുള്ളതാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എന്നോട് വരുന്നതിനേക്കാൾ ഒരു 1000 വട്ടം ഞാൻ പറഞ്ഞാൽ എല്ലാവരോടും. പക്ഷെ ധൈര്യം ഇല്ലാഞ്ഞോണ്ട് പറയായിരുന്നു. അപ്പൊ നോക്കുമ്പോ ഇങ്ങോട്ട് പറഞ്ഞതാണ് കൂടുതൽ. ഭാര്യയുടെ പേരെന്താ? ഭാര്യയുടെ പേര് അതിര മറിയ ജോസ്. അതിര മറിയ ജോസ്. ഒരു കുഞ്ഞുണ്ട് അല്ലേ? ഇപ്പൊ ഒരു 9 മാസമായ ആൺകുഞ്ഞുണ്ട്. ലവ് മാരേജ് ആയിരുന്നില്ലേ? അതെ. ഞാൻ ഇതേപോലെ ഇൻഷുറൻസ് പോളിസി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഈ കുട്ടിയുടെ വീട്ടിൽ ചെന്നു. അപ്പൊ അവരുടെ വീട്ടിലും ഇത് എന്റെ സെയിം പ്രായമായിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു പയ്യനുണ്ട്, അവളുടെ ബ്രദർ, എൽഡർ ബ്രദർ. അപ്പൊ ആ സമയം അവർ നോക്കിയപ്പോ അതേ പ്രായമുള്ള ഒരു പയ്യൻ ഇവിടെ വന്ന് ഇൻഷുറൻസ് ഒക്കെ വിറ്റ് സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ആ ഒരു ഇഷ്ടം തോന്നി എന്നെ പിടിച്ചിരുത്തിയത്. അതെ, ആ സോഫ്റ്റ് കോർണർ വിറ്റാണ് ഞാൻ പൈസ ആക്കിയത്. ഞാൻ അവിടെ നിന്ന് ഇൻഷുറൻസ് പോളിസി ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ പുള്ളിക്കാരി സൈഡിൽ നിന്ന് ഒരു സ്ക്വാഷ് ഒക്കെ എടുത്തുകൊണ്ട് കുടിക്കാനായിട്ട് ഇങ്ങനെ വന്ന സമയം ഞാൻ ഫസ്റ്റ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല മുടിയുണ്ട്. അപ്പൊ മുടിയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അതിങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചിരി എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ഒരു പ്രത്യേകത ഉള്ള ഒരു ഫീച്ചേഴ്സ് ഉള്ള ഒരു കുട്ടി. അപ്പൊ അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇൻഷുറൻസ് പോളിസി എടുത്തു. ആ 10 വർഷം കഴിഞ്ഞപ്പോൾ ആ ഇൻഷുറൻസ് പോളിസി മെച്ചൂർഡായി. ഇവള് കല്യാണം കഴിഞ്ഞ് എന്റെ വീട്ടിലുമായി. എന്നാ ഭാര്യയ്ക്ക് സ്പെഷ്യൽ ആയിട്ടൊരു പാട്ട് ഇതേ പിന്നാലെ വരുന്നുണ്ട്. ഓൺ ക്ലബ് FM സ്റ്റാർ ജാമിയുടെ മാത്രം ടൺ കണക്കിന് ഫൺ. ഹലോ, ഹായ്, ശാലിനിയാണ്. പാട്ട് കേട്ട് കഴിഞ്ഞില്ലേ? നമ്മുടെ ഗസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, അമിത് ചക്കാലക്കൽ, സ്റ്റാർ ജാമിൽ. ആൾക്ക് ഞാൻ അടുത്ത റൗണ്ട് കൊടുക്കാൻ പോവാണേ. ഹിയർ വി ഗോ. ട്രൂ ഫാൾസ് ആണ് കേട്ടോ. സിനിമയിൽ നായകനായി മാത്രമേ ഞാൻ അഭിനയിക്കുകയുള്ളൂ. ഫാൾസ്. വേറെ എന്തൊക്കെ റോൾ ചെയ്യും? കിടിലൻ വില്ലൻ അല്ലെങ്കിൽ നായകൻ. സഹനടനൊന്നും ചെയ്യൂല? ചെയ്യും. നല്ല ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ എന്ത് റോളും ചെയ്യും. വില്ലനാണോ നായകനാണോ കൂടുതൽ ചേരുക ഈ മുഖത്തിന്? എന്റെ മനസ്സിനോട് പറയുന്നു എന്റെ ആഗ്രഹം നായകനായിട്ട് തന്നെ ചെയ്യാനാണ്. അടിപൊളി. സിനിമ കാണുമ്പോൾ കഥാപാത്രങ്ങളുടെ കിടിലൻ എൻട്രി കാണുമ്പോൾ എനിക്ക് രോമാഞ്ചം വരാറുണ്ട്. വെരി ട്രൂ. ഈ അടുത്ത് അങ്ങനെ രോമാഞ്ചം വന്നത് ഏത് കഥാപാത്രം കണ്ടപ്പോഴാണ്? ഞാൻ ഈ അടുത്ത് പേട്ട മൂവി ഉണ്ട് രജനീകാന്തിന്റെ. എന്റെ ഓൾ ടൈം ഇൻസ്പിറേഷൻ ആണ് രജനീകാന്ത് സാറും ലാൽ
ലാൽ സാറൊക്കെ. അവരുടെ എൻട്രി എനിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്റെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങളും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണാനായിട്ട്. എന്റെ സിനിമകളിൽ എന്റെ തന്നെ എൻട്രി കണ്ട് എനിക്ക് രോമാഞ്ചം വന്നിട്ടുണ്ട്. ട്രൂ. ശരി, ഏത് സിനിമയില്? ഫസ്റ്റ് പടം ഹണീബിയില് ലാൽ സാറിന്റെ ഒപ്പം കയറി വരുന്ന ഒരു സീൻ ഉണ്ട്. അപ്പൊ അതിൽ സ്ലോ മോഷൻ വെച്ചിട്ടുണ്ട് ലാൽ സാറിന് വേണ്ടിയിട്ട്. അപ്പൊ ലാൽ സാറിന്റെ തൊട്ട് സൈഡിൽ കയറണപ്പോൾ ഞാനിങ്ങനെ അമ്പോ പൊളിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സ്ലോ മോഷൻ എനിക്ക് കൂടി കിട്ടിയല്ലോ. അതെ അതെ അതെ. വാരിക്കുഴി കണ്ടിട്ട് എന്താ പറയാ, ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ഫസ്റ്റ് ആ സീൻ കാണാനായിട്ട്, അത് എങ്ങനെ ആൾക്കാർ എടുക്കുന്നുള്ളത്. അപ്പൊ ആരും ഇങ്ങനെ കൂവാതെ ഇരുന്ന് എല്ലാവരും എൻജോയ് ചെയ്ത് ആ സീൻ കഴിയുന്നവരെ ഇങ്ങനെ പിടിച്ച് സൈലൻസ് ആയിട്ട് ഇരുന്നപ്പോ ഭയങ്കര സന്തോഷമായി. സ്വന്തം ഫോണിൽ പേര് മാറ്റി ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ആരുടെ വീട്ടില് ഞാൻ എപ്പോഴും എന്റെ ഫോൺ ഇങ്ങനെ ചാർജ് ചെയ്യാൻ ഡൈനിങ് ടേബിളിൽ ഇടും. അപ്പൊ ചില പെൺപിള്ളേരുടെ പേരൊക്കെ ഞാൻ മാറ്റിയിട്ട് ആണുങ്ങളുടെ പേരാക്കി ഇടും. കാരണം ഫോൺ അടിക്കുമ്പോ മമ്മി ആരെങ്കിലും കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞേ. പറയണോ? ഒരു നിമ്മി എന്ന് പേരുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടും കൂടി ആയതുകൊണ്ട് ആ പേര് ഞാൻ നിതിൻ എന്നാണ് സേവ് ചെയ്ത് വെച്ചിരുന്നത്. അങ്ങനെ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇതൊന്നും പിടിച്ചിട്ടൊന്നുമില്ല അമ്മച്ചനൊന്നും. അവർക്ക് കുറേ മനസ്സിലായിട്ടൊന്നും, പക്ഷെ മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ വിട്ടതാണ്. എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. തിയേറ്ററിൽ സ്വന്തം അഭിനയം കണ്ട് അയ്യേ എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ചെയ്തത് കാണുമ്പോ എനിക്ക് ഒരിക്കലും തൃപ്തി തോന്നാറില്ല, അതാണ് സത്യം. എനിക്കുമുണ്ട് ഒരു ഇരട്ട പേര്. അമിട്ട് എന്ന് വിളിക്കാറുണ്ട്, പിന്നെ തുരുമ്പേന്ന് വിളിക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ എന്റെ വൈഫിനോട് പറയും, കുറച്ച് പൈസ ഒക്കെ ആകുമ്പോ നമുക്ക് ഈ റേഞ്ചർ റോവർ സെക്കൻഡ് ഹാൻഡ് വാങ്ങണം എന്ന് പറയും. അപ്പൊ വൈഫ് ഇത് എന്ത് എപ്പോഴും സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുന്ന ചിന്തിക്കും. ഞാൻ പറഞ്ഞു പുതിയതിന് ഭയങ്കര പൈസയാണ്, പകുതി പൈസ കിട്ടും പറയും. അപ്പൊ ഞാൻ എന്ത് വാങ്ങിക്കുമ്പോഴും ആദ്യം പറയും ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ആകുമ്പോൾ വാങ്ങിക്കാന്ന് ഞാൻ പറയും. അപ്പോ വൈഫ് എപ്പോഴും പറയും ഈ എന്തും തുരുമ്പ് എന്ന് പറഞ്ഞാൽ കളിയാക്കും. ഒട്ടുമല്ല, എന്റെ കയ്യിൽ പൈസ ഇരിക്കില്ല. സ്വന്തം സിനിമയ്ക്ക് ഞാൻ കാശ് കൊടുത്ത് ആളെ കേട്ടിട്ടുണ്ട്. പടം ഇറങ്ങി ആദ്യത്തെ ദിവസം ഒട്ടും ആളുണ്ടായില്ല. ഞാൻ നോക്കിയപ്പോൾ ലുലുവില് ഗോൾഡിലാണ് അന്ന് ഷോ ഉണ്ടായത്. ലാസ്റ്റ് 3 ടിക്കറ്റ് കൂടി ഉണ്ട് ഫില്ല് ആവാനായിട്ട്. ഞാൻ അപ്പൊ തന്നെ കയറി 3 പേർക്കും കൂടി ടിക്കറ്റ് ഞാൻ തന്നെ പൈസ കൊടുത്ത് ബുക്ക് ചെയ്തു. അപ്പൊ ഹൗസ്ഫുൾ ആയി. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. കാര്യം ഫസ്റ്റ് ഡേ തന്നെ ഹൗസ്ഫുൾ പെട്ടെന്ന്. കാര്യം ഇനിയിപ്പോ വെയിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ, 3 ടിക്കറ്റ് അല്ലേ, ഞാൻ തന്നെ പൈസ കൊടുത്ത് ഫുൾ ആക്കി. എന്നെ കുറിച്ച് റൂമർ കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. കാര്യം നമ്മൾ ഫേമസ് ആകുമ്പോഴല്ലേ ഗോസിപ്പ് പറയുള്ളൂ. അപ്പൊ അതിന്റെ ഒപ്പം ഇഫ് somebody is saying gossip, that means you are growing. അടിപൊളി. അങ്ങനെയാണെങ്കിൽ ഏത് ആക്ട്രസിന്റെ കൂടെ ഗോസിപ്പ് കേൾക്കാൻ ഇഷ്ടം? എല്ലാവരോടും പോണെങ്കിൽ നല്ലായിരുന്നു. അങ്ങനെ ചോദ്യം ചോദിച്ചാൽ എന്നെ വേണം പറയാനായിട്ട്. ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞത് വെച്ചാ വാരിക്കുഴിയിലെ കൊലപാതകം. യെസ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ ജാം. ഈ കേട്ട ശബ്ദം വാരിക്കുഴിയിലെ കൊലപാതകം എന്ന് പറഞ്ഞ സിനിമയിലെ ടൈറ്റിൽ കഥാപാത്രം ചെയ്ത് അമിത് ചക്കാലക്കലിന്റെ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. കൂടെ ഞാനുണ്ട് ശാലിനി. അമിത്തിന് ഞാൻ തരാൻ പോകുന്ന റൗണ്ടിന്റെ പേര് ദേ വരുന്നുണ്ട്. മനസ്സിലായില്ല. എന്താണ് സീന്? ആ സീനാണ് ഇപ്പൊ എടുക്കുന്നത്. സീൻ മാറ്റി എഴുതൂ. അമിത് ഇപ്പോ സിനിമയിൽ വന്നിട്ട് എത്ര നാളായി? ഞാൻ 2011 തൊട്ട് ശ്രമിച്ച് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് തുടങ്ങിയത്. കാശ് എന്ന് പറഞ്ഞ സിനിമയിലും ABCDയിലൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ 2010 മുതൽ ആത്മാർത്ഥമായിട്ട് ഓഡിഷൻസ് പോയി തുടങ്ങി. 2011 ആദ്യമായിട്ട് ഒരു സ്ക്രീനിൽ നിൽക്കാൻ പറ്റി. ഇപ്പൊ ഏകദേശം നോക്കിയാൽ 9 വർഷമായി. ഈ 9 വർഷത്തിനിടയ്ക്ക് ചെറുതും വലുതുമായിട്ടുള്ള കുറെ റോൾ ഇപ്പൊ ചെയ്തിട്ടുണ്ടല്ലോ. ഇത്രയും സിനിമകളിൽ കയ്യിന്ന് പോയ സീനുകളെ കുറിച്ച് പറഞ്ഞാം. ദാറ്റ് ഈസ് സീൻ കോൺട്ര. ഞാനിത് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന സീൻ ഏതാ? മെല്ലെ എന്ന് പറഞ്ഞ മൂവിയില് ക്ലൈമാക്സ് സീനിൽ നടീനെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ നടീനെ കെട്ടിപ്പിടിച്ച അവളുടെ നെറ്റിയിൽ കിസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ്. ആ കുട്ടിക്കാണെങ്കിൽ 16 വയസ്സേ ഉള്ളൂ. അപ്പൊ അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ആ കുട്ടിയുടെ അച്ഛൻ നിൽക്കുന്നുണ്ട്. പുള്ളി ഇതെല്ലാം ഇങ്ങനെ ക്ലോസ് റേഞ്ചിൽ നോക്കി നിൽക്കുകയാണ്. അപ്പൊ ആ കുട്ടിക്ക് ഒട്ടും കംഫർട്ടബിൾ ആവുന്നില്ല. എനിക്കാണെങ്കിൽ പുള്ളിയെടുത്ത് മാറി നിൽക്കാൻ പറയാൻ പറ്റും, അച്ഛനല്ലേ. അപ്പൊ എനിക്കാണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു റൊമാൻസ് സീൻ അഭിനയിക്കാൻ കിട്ടിയതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ നിൽക്കണം. ആ കുട്ടിയാണെങ്കിൽ ഭയങ്കര തണുപ്പാണ് അവിടെ. ആ ലൊക്കേഷൻ നോക്കിയാൽ ഭയങ്കര തണുപ്പും. അപ്പൊ ആക്ഷൻ പറയും, ഞാൻ കെട്ടിപ്പിടിക്കും, കൊച്ചു നീങ്ങി പോകും. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ കെട്ടിപ്പിടിക്കും, നീങ്ങി പോകും. ബാക്ക് ഷോട്ട് വന്നപ്പോഴേക്കും ഞാൻ ഒറ്റ കെട്ടിപ്പിടിക്കൽ വിളിച്ച് അടുത്തോട്ട് വലിച്ചിട്ട് കൊണ്ട് ചതിക്കരുത് എന്റെ ആദ്യത്തെ സിനിമയിൽ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെവിയിൽ പതിയെ പറഞ്ഞു. ആ കൊച്ചൊന്നും മിണ്ടില്ല. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ പതിയെ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കല. അപ്പൊ തിരിഞ്ഞ് അച്ഛനെ നോക്കിയപ്പോ ഞാൻ വിചാരിച്ചു ഇയാൾ എന്നെ ഈ കൊക്കലോട് ഉന്തിയിടുന്നു വിചാരിച്ചു തന്നെ. അപ്പൊ ആദ്യത്തെ ആ കെട്ടിപ്പിടിച്ച സീൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബലാത്സംഗം ചെയ്ത പോലെ കെട്ടിപ്പിടിച്ചപ്പോ അതിന് ഒരു ചളിപ്പുണ്ടായില്ല. കിട്ടാൻ വേണ്ടി ഞാൻ കാത്തുക്കാണ്. നമുക്ക് സാധാരണ എന്തെങ്കിലുമൊക്കെ റോളിനോട് ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നില്ല. അയ്യോ ഇത് ഞാൻ ചെയ്ത എങ്ങനെ ശരിയാവുക എന്നൊരു ചളിപ്പുണ്ടായിരുന്നു. പക്ഷെ ചളിച്ചു നിന്നിട്ട് കാര്യമില്ല. എനിക്ക് ഈ കിട്ടിയ ചാൻസ് എനിക്ക് പ്രൂവ് ചെയ്തേ പറ്റൂ. ഇതൊക്കെ ഓൺലൈനും CDസിലൊക്കെ കിടന്ന് ഒരുപാട് ആൾക്കാർ കാണും. അപ്പൊ ആ മൂമെന്റിൽ നമ്മൾ ചളിച്ചു നിന്ന് കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമ്മൾ ബെയർ ചെയ്യണം, നശിപ്പിച്ചു എന്നുള്ളത്. വേറെ ഏത് സീൻ ഇതുപോലെ
ഡയലോഗിലെ കാര്യം എന്റെ അമ്മോ, കായംകുളം കൊച്ചുണ്ണിയിലൊരു സീനുണ്ട്, ഇപ്പോഴും കണ്ടാ അറിയാം. അതിനകത്ത് വലിയൊരു ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു വന്നു കഴിയുമ്പോ അതിന്റെ ഇടയിൽ ഒരു 3 വാക്കുണ്ട്. ചോനോ, പറയനോ, നായാടിക്കോ, ആർക്ക് നീ എന്ത് വേണേ കൊടുത്തോ എന്ന ഡയലോഗ്. അത് വലിയൊരു ഡയലോഗ് പറഞ്ഞു വരുമ്പോഴാ ടേക്കിന്റെ സമയത്തും സിങ് സൗണ്ട് ആണ്, ഡബ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചോനോ പറയനോ വേറെ ആയി പോകും വാക്ക്, ചോനോ പറയനോ വേറെ ആയി പോകും. ഇപ്പൊ ഞാൻ എന്റെ ഓർമ്മയില് ഇതുവരെ പക്ഷെ അത് ആ വാക്കല്ല പറയുന്നേ, നായാടി എന്ന് തന്നെ പറയുന്നേ. പക്ഷെ മാറിയാണ് തന്നെ. ആദ്യത്തെ പ്രാവശ്യം കട്ട് പറഞ്ഞു, 2ാമത്തെ പ്രാവശ്യം കട്ട് പറഞ്ഞു, 3ാമത്തെ പ്രാവശ്യം റോഷൻ ചേട്ടൻ പറഞ്ഞു, മോനെ അമിത്തെ, ഞാനേ ഒരു ചരിത്രപടം എടുക്കുന്നത് ഏപ്പടം അല്ല, അപ്പൊ നീ ആ വാക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറഞ്ഞു. ഞാനപ്പോ എല്ലാവരും ചിരിക്കുന്നുണ്ട്. ആ സെറ്റ് മൊത്തം ഹിന്ദിക്കാരാണ്, ആ കുറച്ച് മലയാളീസ് ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് നേരെ പിറ്റേ ദിവസം ഷൂട്ടിന് വേണ്ടി ഞാൻ നടന്നു വരികയാണ് ലൊക്കേഷനിലോട്ട്. നേരെ അവിടെ നിന്ന് ഹിന്ദിക്കാരെല്ലാവരും, അവർക്ക് ഇതിന്റെ അർത്ഥം അറിയില്ലല്ലോ, അവര് നേരെ ഹേയ് ഏണേ എന്നാണ് എന്നെ വിളിക്കണേ. ഞാൻ വിചാരിച്ചു എന്റെ ദൈവമേ. പിന്നെ ആ സെറ്റ് സിനിമ ഷൂട്ട് കഴിയുന്നവരെ അതായിരുന്നു എന്റെ പേര്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് റോഷൻ ചേട്ടൻ എല്ലാവരോടും സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന ആളാ. പുള്ളി എപ്പോ കാണുമ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ പൊന്നമിത്ത് ആവേശം കുറയ്ക്ക്, ഇത്ര ആവേശം വേണ്ട, കുറച്ച് ആവേശം കുറച്ച് ചെയ്യും. അപ്പൊ പിന്നെ എനിക്ക് പേരിട്ട് ആവേശ് കുമാർ എന്ന്. അപ്പൊ പക്ഷേ ഈസ് എ ഗ്രേറ്റ് ഡയറക്ടർ. പുള്ളിപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നത് കാര്യം പുള്ളി എന്റെ ചെവിയിൽ പറഞ്ഞു തന്ന ചില ടിപ്സ് ഉണ്ട്. ഐ ആം കീപ്പിംഗ് ദാറ്റ് ആസ് മൈ എന്താ പറയാ ഒരു യെസ് എക്സാക്ട്ലി. ഈ വാരിക്കുഴിയിലെ കൊലപാതകം ഫസ്റ്റ് ഡേ കാണാൻ റോഷൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ റോഷൻ ചേട്ടൻ കണ്ടു കഴിഞ്ഞ് വന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞ കുറച്ച് വാക്കുകൾ ഐ വിൽ നെവർ ഫോർഗെറ്റ്. അതെനിക്ക് എന്താ പറയാ, ദാറ്റ്സ് ലൈക്ക് ഒരു ഓസ്കാർ കിട്ടുന്ന പോലെയാണ്. അടിപൊളി. കായംകുളം കൊച്ചുണ്ണിയുടെ വിശേഷം പറഞ്ഞ സ്ഥിതിക്ക് അതിൽ പാട്ട് കേട്ടാലെന്നാ? യെസ്, വിത്ത് പ്ലഷർ ആൻഡ് പ്രൈഡ്. പണ്ട് സ്കൂളിൽ തല്ലുണ്ടാക്കിയത് ജീവിതത്തിൽ ഗുണമായി വന്ന ഒരാളാണ് ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിൽ. എന്റെ ഗസ്റ്റ് ആളുടെ പേര് അമച്ചക്കാലക്കൽ. കൂടെ ഞാൻ ശാലിനി. കുറേ തല്ലുണ്ടാക്കി എങ്ങനെ ജീവിതത്തിൽ ശരിക്കും തല്ലുണ്ടാക്കണം എന്നൊക്കെ അറിഞ്ഞിട്ടാണല്ലേ മലയാള സിനിമയിൽ വന്നത്. കാരണം എന്ത് തല്ലാണ് ആ സിനിമയില്, വാരിക്കുഴിയിലെ കൊലപാതകത്തില്. ഞാൻ പഠിച്ചത് ബാംഗ്ലൂർ തന്നെ ഏറ്റവും കൂടുതൽ മലയാളീസ് പഠിക്കുന്ന ഒരു കോളേജിലാണ് പഠിച്ചത്. ഏറ്റവും കൂടുതൽ റാങ്കിങ് ഉള്ള കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അവിടെ നിന്ന് തന്നെ കുറെ തല്ല് കൊണ്ടും കൊടുത്തും ഒക്കെ അവിടെ അല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല അവിടെ. പക്ഷെ അതെല്ലാം അവരെല്ലാം ഇന്ന് ലൈഫിലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഫ്രണ്ട്സ് തന്നെയാണ്. ഈ കോളേജ് ലൈഫിലെ തല്ലുപിടുത്തമൊക്കെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര വയലൻസ് ആയിട്ട് തോന്നും. ഒരിക്കലും അല്ല അത് നമ്മളെ തന്നെ ഫോം ചെയ്യാനും നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും പുറത്തോട്ട് ഇറങ്ങിയാൽ ഈ കോളേജ് ലൈഫിനേക്കാളും വലിയ ചലഞ്ചിങ് ആണ്. ഇതിനൊക്കെ വേണ്ടി നമ്മളൊന്ന് പ്രിപ്പയർഡ് ആവാനുള്ള സമയമാണ് ഈ റാഗിങ്ങും എല്ലാം. അപ്പോൾ ആ സമയത്ത് തന്നെ നല്ലോണം കൊണ്ടും കൊടുത്തേക്കണോണ്ട് ഫൈറ്റ് സീൻസ് ഒക്കെ ചെയ്യാൻ ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. ഇതൊക്കെ എന്ത് ഉണ്ട് തല്ലുകൊണ്ട് ഒടിഞ്ഞിട്ടില്ല. ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് കൈ ഒരു 2 പീസ്, കാല് 5 പീസ്, തള്ളവിരൽ ഒരു 6 പീസ് ഒക്കെ ആയിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. അതാണ് നെറ്റിയിലെ വെട്ടും. എന്റെ മൂക്കൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. മൂക്കൊടിഞ്ഞു പോയി. അപ്പൊ ഏകദേശം ഒരു 8-9 സർജറീസ് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ബൈക്ക് ആക്സിഡന്റ്സ് ആയിട്ട് പറ്റിയതാണ്. സ്കൂളിലൊന്നും തല്ലുണ്ടാക്കിയിട്ടില്ല? സ്കൂളിൽ തല്ലുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പ്രിൻസിപ്പളുടെ റൂമിൽ പിടിച്ചുകൊണ്ടുപോയി നിർത്തി 2 അടി കിട്ടുമ്പോ തീരും. ഭയങ്കര വികൃതിയായിരുന്നു. അപ്പൊ ഇത്തിരി എന്റെ ഓർമ്മയിൽ അമിത്ത് ഭയങ്കര വികൃതിയാ, ഭയങ്കര തല്ലിപൊളിയായിരുന്നു. നിന്നെ പോലെ. എനിക്കറിയുന്ന അങ്ങനെയാണല്ലോ. എന്റെ ചേട്ടന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പരിചയപ്പെടുന്നത് എന്തോ പിള്ളേരെ തല്ലിയ കേസിലൊക്കെയാണ് ഞാൻ ഇങ്ങനെ പരിചയപ്പെടുന്നത്. അല്ല, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് നിന്റെ ആന്റി പറയുന്നത്, നീ ഒന്ന് അമിതായിട്ടുള്ള കൂട്ടായിട്ട് നിർത്തും എന്നാൽ തന്നെ നീ രക്ഷപ്പെടുന്നു പറയും എന്ന രീതിയിൽ ആണ് പണ്ട് ഇങ്ങനെ ടാഗ് ലൈൻ തന്നോണ്ടിരുന്നത്. നിറയെ ഫ്രണ്ട്സ് ഉണ്ടോ? കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ പെട്ടെന്ന് ഞാൻ കമ്പനി ആവും. പക്ഷെ എനിക്ക് അങ്ങനെ ഹെവി സർക്കിൾസോ ഡെയിലി പോയി മീറ്റ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ മൂവി സർക്കിളിലാണെങ്കിൽ തന്നെ എനിക്ക് അധികം പരിചയക്കാരില്ല. ഞാൻ എന്റെ എന്തെങ്കിലും ജോലികൾ ചെയ്യണമെങ്കിൽ ചെയ്യും, നേരെ ഓടി വീട്ടിൽ വരും. വീടും വർക്കും അങ്ങനെയാണ് എന്റെ ലൈഫ്. എനിക്ക് അങ്ങനെ അധികം കമ്പനി അടിക്കലും അല്ലെങ്കിൽ വലിയ സർക്കിൾസ് ഇല്ല എനിക്ക്. അത് ഈ കല്യാണം കഴിഞ്ഞ ശേഷമാണോ? നേരത്തെ മുതലേ. പക്ഷെ ഈ ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ് എല്ലാ കാലത്തും വളർച്ചയിൽ കൂടെ വന്നിട്ടുള്ളത്. അതെ. ഇപ്പൊ പഴയ സ്കൂൾ സമയത്ത് ഉണ്ടായിരുന്ന കൂട്ടുകാർക്കും ഇപ്പൊ എന്റെ സ്വപ്നമായ ഇപ്പൊ സിനിമയിലോട്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കാര്യം അവരാരും ഈ ഫീൽഡുള്ളവരില്ല. പിന്നെ ഇപ്പൊ ഇവിടെ വന്ന് ഓഡിഷൻസിന് നടന്ന് കുറെ പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം ഞാൻ ഇത്രയും വർഷം ഇതിനുവേണ്ടി ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ അവർ പതിയെ ചില മൂവിയിൽ ആക്ട് ഡയറക്ടേഴ്സ് ആയി, ചിലർ നല്ല നല്ല പൊസിഷനിലെത്തി. അപ്പൊ അവരൊക്കെ അറിഞ്ഞോ അറിയാതെ ഒരു വാക്കുകൊണ്ടുള്ള ഒരു റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ ഉപകരിച്ചിട്ടുണ്ട് ഈ ഒരു പൊസിഷനിൽ എത്താനായിട്ട്. അറിഞ്ഞോ അറിയാതെ ഓരോരുത്തരുടെ ചെറിയ വേർഡ് ഓഫ് ദ മൗത്ത് റെക്കമെൻഡേഷൻസ് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കോൺഫിഡൻസ് ആണോ? എന്നാലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒക്കെ ഞെട്ടിയിട്ടുണ്ടോ അമിത് ഒരു ഹീറോ ആയി ഫൈനലി എന്നറിഞ്ഞിട്ട്? കാര്യം ഇപ്പൊ നേരത്തെ ഒരു ചാൻസ് പോലും ഇല്ലാത്ത സമയത്ത് തന്നെ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്റെ അടുത്ത് എടാ ഇത് ചെയ്യണ്ട അല്ലെങ്കിൽ ഇത് നടക്കില്ല എന്ന് പറയുമ്പോൾ എന്റെ റിപ്ലൈ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുന്നു, നീ നിന്റെ വായിലെ നാക്ക് കയ്യിൽ വെച്ചോ, ഞാൻ ആവുമെന്ന് പറയും. അപ്പൊ അവർക്കെല്ലാം കുറെ പേർക്ക് അത് അഹങ്കാരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ആ പറയുന്ന റിപ്ലൈ ഇസ് നോട്ട് അഹങ്കാരം, ദാറ്റ്സ് മൈ കോൺഫിഡൻസ്. അപ്പൊ എനിക്ക് ഐ ബിലീവ് യെസ് ഐ ആം കോൺഫിഡന്റ്. വൗ, ഗ്രേറ്റ്. താങ്ക് യു. ഇന്ന് ശാലിനിയുടെ കൂടെ സ്റ്റാർ ജാമിൽ ഞാനാണ് അമിത് ചക്കാലക്കൽ.
ആരിക്കുഴിയിലെ കൊലപാതകം എന്ന് പറഞ്ഞ സിനിമയില് അമിത്തിന് കട്ടയ്ക്ക് നിന്നിരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒന്ന് ദിലീഷ് പോത്തൻ, പിന്നെ ഒന്ന് നെടുമുടി വേണു, പിന്നെ ഒന്ന് നന്ദു. ഇങ്ങനെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള പേരുകളും ഉണ്ടല്ലേ. അപ്പൊ ടെൻഷൻ ഒന്നും ആയില്ല ഇവരുടെ കൂടെ കോമ്പിനേഷൻ സീൻസ് ചെയ്യുമ്പോ? ഞാൻ അവിടെ അഭിനയിക്കാൻ വന്നത് തൊട്ട് മുമ്പ് ലാൽ സാറിന്റെ ഒപ്പം അഭിനയിച്ചിട്ടാണ്. മോഹൻലാൽ സാറിന്റെ ഒപ്പം, നിവിൻ പോളി, പിന്നെ സീനിയർ ആയിട്ടുള്ള കുറെ ആർട്ടിസ്റ്റിനൊപ്പം ഇവിടെ അഭിനയിച്ചിട്ടാണ്. നമ്മുടെ കൊച്ചുണ്ണിയിലല്ലേ ഫസ്റ്റ് കൊച്ചുണ്ണി അഭിനയിച്ചിട്ടാ വരുന്നത്. ലാൽ സാർ എന്ന് പറഞ്ഞാൽ ഹീസ് ലൈക്ക് ദ ലെജൻഡ്. ആ ഒരു ദ ബെസ്റ്റിന്റെ ഒപ്പം ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് നമ്മൾ ഇവിടെ വന്നപ്പോഴേക്കും എന്താ പറയാ, ഒരു വലിയ കടമ്പ കഴിഞ്ഞു. ഒരു വലിയ ഫ്രീസറിനകത്തോട്ട് കയറിയിരുന്ന് നമ്മൾ തൊട്ട് താഴെ ഫ്രിഡ്ജിലിരിക്കുമ്പോഴേക്കും ആശ്വാസമാണ് ഫീൽ ചെയ്യണത്. എന്നുവെച്ചാൽ ഇവരാരും മോശം എന്നല്ല പറഞ്ഞത്. ഇവരൊക്കെ ദിലീഷ് ചേട്ടനൊക്കെ നാച്ചുറൽ ആക്ടിങ്ങിന്റെ എക്സാമ്പിൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അതിന് എന്നെ ഹെൽപ്പ് ചെയ്ത കൊച്ചുണ്ണിയാണ്. കാര്യം കൊച്ചുണ്ണി സിംഗ് സൗണ്ട് ആണ്. സിംഗ് സൗണ്ട് ആകുമ്പോൾ നമ്മൾ ഒരു ഡയലോഗ്, ഒരു ടെമ്പോ പോലും ഒരു സ്ഥലത്ത് തെറ്റാൻ പാടില്ല. അപ്പൊ അവിടെ ഇത്രയും ദിവസം അങ്ങനെ നമ്മൾ പഠിച്ച് ചെയ്തു വന്നപ്പോ ഇത് എളുപ്പമായി. ഡയലോഗ്, ഇത്രയും വലിയ ഡയലോഗ് കാണാപ്പാടം പഠിക്കാനൊക്കെ അവിടെ വെച്ച് കുറെ ടെക്നിക്സ് ഇങ്ങനെ ഓരോരുത്തർ വലിയ ആൾക്കാർ ഷെയർ ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് ടെക്നിക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാര്യം എത്രയൊക്കെ വന്നാലും നമ്മൾ അഭിനയം എത്തോളം പഠിക്കണം എന്ന് പറഞ്ഞാലും ഷൂട്ടിംഗ് സെറ്റിൽ പോയി ഭയങ്കര വലിയ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന കണ്ട് നോക്കി നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഭയങ്കര സ്പെഷ്യലാണ്. കുറെ കൂടി നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇത് കുറച്ച് എളുപ്പമായിരുന്നു. അങ്ങനെ ടേക്സോ അങ്ങനെ ഒന്നും അധികം പോകേണ്ട വന്നില്ല. ബ്യൂട്ടി കോൺഷ്യസ് ആണോ? ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നില്ല, പക്ഷെ ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു. ഇവിടെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയത് 9ാം ക്ലാസ് തൊട്ട് വർക്ക്ഔട്ട് ചെയ്യാനും എക്സസൈസ് ഒക്കെ സീരിയസ് ആയിട്ട് ചെയ്യുമായിരുന്നു. സിനിമ നടനാവാൻ വേണ്ടിട്ട് തന്നെ അന്നുപോലുള്ള പരിശ്രമമാണ്. കാര്യം ഞാൻ നോക്കിയപ്പോ എന്താ പറയാ, നമ്മൾക്ക് അങ്ങനെ ഭയങ്കര നല്ല ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നും മുഖത്ത് വന്നിട്ടില്ല. അപ്പൊ ആകെ വ്യത്യാസം വരുത്താൻ പറ്റുന്നത് നമ്മുടെ ശരീരം മാത്രമാണ്. ഇപ്പൊ ശരീരം ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ലായിരുന്നു. ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു ഞാൻ ചോദിച്ചത്. ബ്യൂട്ടി കോൺഷ്യസ് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. എന്ന് വെച്ച് ഞാൻ ഇപ്പോഴും ഞാൻ മാക്സിമം ഇപ്പൊ ഈ ആൾക്കാർ പറയില്ല ഫേഷ്യൽ ചെയ്യണം, അത് ചെയ്യണം, പിന്നെ ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല. ഇപ്പൊ സിനിമാ നടനായില്ലേ, ഇനി ചെയ്തൂടെ? ഇപ്പൊ ചെയ്യണം ഇനി ഒന്ന്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിലത്തിറങ്ങാനൊന്നും പാടില്ല, കുറെ ശ്രദ്ധിക്കണം എന്ന് പറയും. എനിക്ക് ഷൂട്ടിംഗ് എല്ലായ്പ്പോഴും ഇല്ല. ഇപ്പൊ കഴിഞ്ഞ അടുപ്പിച്ച് വർക്ക് ചെയ്യാൻ വന്ന കൊച്ചുണ്ണിയും ഇതൊക്കെ വന്നപ്പോഴാണ്. പക്ഷെ അത് കഴിഞ്ഞുള്ള ഗ്യാപ്പിൽ എനിക്ക് ഓടിയിടുന്ന എന്റെ അതർ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ വെയിലത്തൊക്കെ പോയേ പറ്റുള്ളൂ. വീട്ടില് ഭാര്യ എപ്പോഴും ഇപ്പൊ എന്തെങ്കിലും ഒക്കെ എവിടെയെങ്കിലും വെയിലത്തൊക്കെ പോയി വർക്ക് കഴിഞ്ഞ് വരുമ്പോ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് മുഖത്ത് പറ്റാൻ വേണ്ടിയൊക്കെ വെക്കും. പക്ഷെ ഇതൊന്നും ഞാൻ പെരട്ടിയിട്ട് പിറ്റേ ദിവസം തന്നെ വെയിലത്ത് പോയി നിൽക്കും. അപ്പൊ ഇത് ഇരട്ടി വേഴ്സ് എഫക്ട് ആവും, കരിഞ്ഞു പോകും. അപ്പൊ പറ്റിയിട്ടില്ല. എക്സസൈസിന് മുടക്കൊന്നും വരുത്തില്ലല്ലോ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ മുടക്കം വരുത്തില്ല. ഭക്ഷണം കൺട്രോൾ ചെയ്യോ? പരമാവധി കൺട്രോൾ ചെയ്യും. നേരെ വെച്ച് പ്രേതം എന്ന് പറഞ്ഞ മൂവി ചെയ്തപ്പോ, പ്രേതം 2 ചെയ്തപ്പോ അതിന്റെ അകത്തെ ക്യാരക്ടർ ഒരു IT പ്രൊഫഷണലാണ്. അപ്പൊ കണ്ടപ്പോ തന്നെ രഞ്ജിത്തേട്ടൻ പറഞ്ഞോട് കുറച്ചും കൂടിയൊക്കെ ഒരു തടിയൊക്കെ ആവാം, കുറച്ച് തടിയൊക്കെ ആയ അവരൊന്നും അങ്ങനെ റെഗുലർലി വർക്ക്ഔട്ട് ചെയ്ത് ഫിറ്റ് ശരീരമുള്ള ആളായിരിക്കില്ല. അപ്പൊ ഞാൻ ആ സമയത്തും വർക്ക്ഔട്ട് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. അത്യാവശ്യം കാർഡിയോ മാത്രം ചെയ്യുമായിരുന്നെങ്കിലും നല്ലോണം ജങ്ക് ഫുഡൊക്കെ കഴിച്ച് മുഖമൊക്കെ ഇത്തിരി ചബ്ബിയാക്കി തടി ഇച്ചിരി വയറും ഇതൊക്കെ ആക്കിയിട്ടൊക്കെയാണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്തത്. കാരണം എൻ്റെ അകത്ത് വെള്ളത്തിൽ ചാടുന്ന ഒരു സീനൊക്കെ ഉണ്ട്. വർക്ക്ഔട്ട് ചെയ്യുന്ന IT പ്രൊഫഷൻസ് ഉണ്ടാവാം, പക്ഷെ മെജോറിറ്റി അല്ലാത്തത് കൊണ്ട് എക്സാക്ട്ലി ഞാൻ അതുകൊണ്ട് ഇത്തിരി ഫിറ്റ് അല്ലാത്ത രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ആയിട്ടാണ് ചെയ്തത്. ഒരു കാര്യം ചെയ്യാം, ആ സിനിമയിൽ തന്നെ പ്രേതം 2 തന്നെ പാട്ടങ്ങൾ കേട്ടാലോ സ്റ്റാർ ജാമില്? ഓക്കെ. സോ വെൽക്കം ബാക്ക് ടു സ്റ്റാർ ജാം. ശാലിനിയാണ് എന്റെ കൂടെയുണ്ട് അമിത് ചക്കാലക്കൽ, ഇന്ന് നമ്മുടെ ഗസ്റ്റ്. അമിത്തിന് ഞാൻ തരാൻ പോകുന്ന ഈ റൗണ്ടിന്റെ പേര് സ്റ്റാർ ജാം ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ സിനിമാക്കാരനാവും എന്ന് പറഞ്ഞപ്പോൾ പുച്ഛിച്ചവരുടെ എണ്ണം? Above 100. സീരിയസ്ലി? ഓക്കെ. അവരിൽ ആദ്യം ഓർമ്മ വരുന്ന മുഖം എന്റെ ഒരു ഗേൾ ഫ്രണ്ടിന്റെ ഫേസ്, പേര് പറയാൻ പറ്റില്ല. ആ പുള്ളിക്കാരി എന്നെ എപ്പോ കാണുമ്പോൾ പറയും, എടാ നീ പ്ലീസ് നീ വേറെ എന്തെങ്കിലും ജോലി കൊണ്ട് ചെയ്യ്, നിന്റെ ഈ ഉള്ള പ്രൈം ടൈം ഓഫ് ലൈഫ് കളയല്ലേ. എന്നുള്ള സ്നേഹം കൊണ്ടാ പറഞ്ഞുകൊണ്ടിരുന്നത്. കാര്യം അഭിനയിക്കും എന്നുള്ള പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. എത്ര വർഷം മുൻപ്? കുറെ വർഷങ്ങൾ മുമ്പ്, സിനിമയിൽ വരുന്നതിന് മുമ്പ്. ഓക്കെ. മലയാള സിനിമയിൽ ഒരു നായകനാവാൻ വേണ്ട 2 ക്വാളിറ്റീസ്. ഒന്ന്, കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം. 2, യു ഷുഡ് കീപ് ഓൺ ചേഞ്ചിങ്. ഏറ്റവും വലിയ എക്സാമ്പിൾ ജയസൂര്യ എന്ന ആക്ടർ. ബിക്കോസ് ഒരു കുറെ വർഷങ്ങളും അദ്ദേഹം വന്ന സ്റ്റൈലിലല്ല രീതിയിലല്ല ഇന്ന് അഭിനയിക്കുന്നത്. ഇന്നത്തെ പ്രേക്ഷകൻ എന്ത് വേണം എന്നുള്ള രീതിയിൽ മാറിക്കൊണ്ടിരിക്കണം. തമിഴ് സിനിമയിൽ ഒരു നായകനാവാൻ വേണ്ട 2 ക്വാളിറ്റീസ്. നല്ലോണം തമിഴ് സംസാരിക്കണം. 2, അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സെൻസ് ഓഫ് ആക്ഷൻസും സെൻസ് ഓഫ് ഡാൻസും സെൻസ് ഓഫ് മസാല ഇതുണ്ട്, അത് ചെയ്യാൻ പറ്റണം. ഇതൊക്കെ പറ്റിയ ആളാണോ അമിത്? ഞാൻ ട്രൈ ചെയ്ത് ഡെഫിനറ്റ്ലി അവർക്ക് ഇഷ്ടപ്പെടുന്നതിൽ ചെയ്യാൻ പറ്റും. എനിക്ക് സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്ത് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനെങ്കിലുള്ള പൈസ എങ്ങനെയെങ്കിലും ഒപ്പിച്ചാണ്. കാണിച്ച് ജീവിച്ചേനെ. ഞാൻ എന്റെ മിടുക്ക് തെളിയിച്ചിട്ടുള്ളത്, ആലോചിക്കണ്ട ഞാൻ ഓപ്ഷൻസ് തരാട്ടാ. മറ്റുള്ളവരെ പുകഴ്ത്തി സുഖിപ്പിക്കാൻ, കഥാപാത്രം
കഥാപാത്രങ്ങളിൽ പരകായ പ്രവേശം നടത്താൻ ലോക ഉടായ്പിൽ? ഞാൻ ഏറ്റവും കൂടുതൽ മിടുക്ക് കാണിച്ചിട്ടുള്ളത് പരകാല എന്താ പറയുക, പരകാല പ്രവേശം എന്താ പറയുന്നത്, അത് പറയാൻ പോലും അറിയില്ല. അല്ല അത് തന്നെ ചെയ്തിട്ടുള്ളത്. കാര്യം ഇൻഷുറൻസ് വെക്കുമ്പോൾ ഏറ്റവും നല്ല ഇൻഷുറൻസ് ഏജന്റ് ആയിട്ട് വലിയ ആൾക്കാർ ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കും, അത് ഇമിറ്റേറ്റ് ചെയ്താണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കാർ വിൽക്കാൻ നോക്കുമ്പോൾ ആ കാർ കച്ചവടക്കാർ യൂസ് ചെയ്യുന്ന ചില വാക്കുകൾ ആൾക്കാരെ വിശ്വസിപ്പിക്കാനായിട്ട് അത് പോയിരുന്ന് കണ്ട് അത് ഇമിറ്റേറ്റ് ചെയ്താണ് ചെയ്തുകൊണ്ടിരുന്നത്. അഭിനയിക്കുന്നവരും യൂസ് ചെയ്യുന്ന ചില ടെക്നിക്സ് ഉണ്ട്, അത് ഞാൻ എന്റെ രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്താണ് ചെയ്യാൻ നോക്കണേ. കഥാപാത്രങ്ങളിൽ പരകായ പ്രവേശം നീ ചെയ്ത രീതി വെച്ചിട്ട് ലോക ഉടായ്പെന്നും പറയും. ചോദിച്ചേക്കട്ടെ, പറയാട്ടോ. പെൺപിള്ളേരുടെ അടുത്താണെങ്കിലും അവരെ ഇംപ്രസ് ചെയ്യുന്ന കുറെ കൂട്ടുകാരെ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്, അത് കോപ്പി അടിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ള വാലന്റൈൻസ് ഡേ ഗിഫ്റ്റുകളുടെ എണ്ണം ഭയങ്കര കുറവാണ്, 10 താഴെ ആയിരിക്കും. ഞാൻ കൊടുത്തിട്ടുള്ളതിന്റെ എണ്ണം എനിക്ക് സത്യം പറഞ്ഞ ഗിഫ്റ്റുകൾ ഞാൻ ഇതുവരെ ആൾക്ക് കൊടുത്തിട്ടില്ല. എന്റെ വൈഫിന് പോലും ഞാൻ മര്യാദ ഗിഫ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഭയങ്കര മോശമാണ് ഈ ബർത്ത്ഡേ ഓർത്ത് വെക്കാൻ, ഡേറ്റ്സ് ഓർത്ത് വെക്കാൻ. ഭയങ്കര അൺറൊമാൻറ്റിക്. If gifting is an unromantic thing, I'm a big failure in romance. But if not, I'm a big successful person. അപ്പോ സിനിമാക്കാരനായതുകൊണ്ട് മാത്രം ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഡാഷാണ്. റോട്ടിലൊക്കെ വെച്ചിട്ട് ചില സമയത്ത് ചില കാര്യങ്ങളിൽ റിയാക്ട് ചെയ്യേണ്ട തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോ എന്റെ കൂടെയുള്ളവരും പറയും, എടാ നീ ഇങ്ങനെ ഒന്ന് റിയാക്ട് ചെയ്യരുത്. കാര്യം ചിലപ്പോൾ ഇത് ആരെങ്കിലും ഷൂട്ട് ചെയ്തൊക്കെ ഓൺലൈൻ ഇട്ട് കഴിഞ്ഞാൽ തലയും വാലും ഇല്ലാതെ നീ ചൂടാവണ മാത്രം കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അവര് എയർ ചെയ്യുന്നത്. ദിസ് ക്യാൻ സ്പോയിൽ യുവർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഓപ്പൺ റിയാക്ഷൻസ് കുറെ കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. ശരി, എന്നെ ചീത്ത വിളിച്ചിട്ടുള്ള സിനിമാക്കാരൻ ഡാഷാണ്. ഫസ്റ്റ് പടത്തിലൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്തത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടി ഏട്ടൻ്റെ പോയിരുന്നു. അപ്പൊ ആ സമയം ഞാൻ ഫസ്റ്റ് ടേക്കിന്റെ സമയത്ത് ഞാൻ പോലീസുകാരന്റെ വേഷം ഇട്ടേക്കണേ, 4 പോലീസുകാരും ഉണ്ട്. അവിടെ ഫുൾ പൊടിയാണ്. അപ്പൊ എല്ലാവരും തുമ്മിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് ടേക്കിന്റെ സമയത്ത് തൊട്ടടുത്ത ആള് തുമ്മി, 2ാമത്തെ ടേക്കിന്റെ അടുത്ത് നിന്ന് ഡയലോഗ് തൊട്ടടുത്ത ആള് തെറ്റിച്ചു, 3ാമത്തെ കഴിഞ്ഞ് 4ാമത്തെ വന്നപ്പോ ഞാൻ തെറ്റിച്ചു. സുരാജ് ഏട്ടന് വയ്യാതെ വന്നു ചെയ്യുന്ന പുള്ളി പറഞ്ഞാ ഈ ഒരു ലൈൻ നിനക്ക് പഠിക്കാൻ പറ്റാണ്ടാണോ നീ ഈ സിനിമ അഭിനയിക്കാൻ വേണ്ടി വന്നതെന്ന് വെച്ചു. ഞാൻ ചത്ത വിലയിൽ പോയി. പക്ഷെ നെക്സ്റ്റ് ഡേക്ക് നന്നാക്കിയപ്പോ പുള്ളി എന്റെ തോളത്ത് തട്ടിട്ട് പറഞ്ഞു, മോനെ ആദ്യമായിട്ടാണോ, നന്നായിട്ട് ചെയ്തരാന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ വേണ്ടി ഓഡിഷൻ നടക്കുകയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. വാട്ട് വുഡ് യു ചൂസ്? ഒരു പുതുമുഖ സിനിമയിൽ നായകൻ ഓർ ഒരു മൾട്ടി സ്റ്റാറർ സിനിമയിൽ ഡയലോഗുള്ള ഒരു സൈഡ് റോൾ? ഐ വുഡ് ഡെഫിനറ്റ്ലി സെലക്ട് നായകനായിട്ട് പുതിയ ടീമിനൊപ്പം ചെയ്യാൻ. വെരി കോൺഫിഡന്റ്. ആളുടെ പേര് കൂടി പറയാം, അമിത് ചക്കാലക്കൽ. ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിൽ എന്റെ ഗസ്റ്റ് ഞാൻ ശാലിനി. ഇവിടെ മാത്രം താൻ കണക്കിന് ഫൺ. ഇന്ന് സ്റ്റാർ ജാമിൽ നമ്മുടെ ഗസ്റ്റ് വളർന്നു വരുന്ന ഒരു താരം കൂടിയാണ്, അമിത് ചക്കാലക്കൽ. അമിത്തിന് ഞാൻ കൊടുക്കാൻ പോകുന്ന റൗണ്ടിന്റെ പേര് നോക്കിയ സിനിമയിലെ യാതൊരുവിധ ഗോഡ് ഫാദറോ അല്ലെങ്കിൽ നെപ്പോട്ടിസത്തിന്റെ ഭാഗമായിട്ട് ഒന്നും വന്ന ഒരാളൊന്നും അല്ല അമിത്, അല്ലെ? സിനിമയില് കേക്ക് വാക്ക് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഈസി എൻട്രി. പക്ഷെ അമിത്തിന് എത്രമാത്രം ഡിഫിക്കൽട്ട് ആയിരുന്നു ഈ സിനിമ എൻട്രി? ചലഞ്ചിങ് ആയിരുന്നു ഭയങ്കര. കാര്യം ഒന്ന്, ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ക്യാരക്ടറിന് ഫിറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് എന്തെങ്കിലും കാണിച്ചു കൊടുക്കണം, നമ്മൾ എന്തെങ്കിലും ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഒന്ന്, ഇവരോട് നമുക്കൊരു ഫസ്റ്റ് മീറ്റിംഗ് കിട്ടാൻ തന്നെ പ്രശ്നമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇവരോട് എങ്ങനെ കൺവിൻസ് ചെയ്യേണ്ടെന്ന് അറിയില്ല. കുറെ പ്രാവശ്യം മീറ്റ് ചെയ്ത് സംസാരിച്ചു. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരു ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്യാൻ നോക്കുമ്പോൾ അവരുടെ ചുറ്റും തന്നെ ഓൾറെഡി ദേ ഹാവ് ഓപ്ഷൻസ്, പ്ലെന്റി ഓഫ് ഓപ്ഷൻസ്. വൈ മീ? എനിക്ക് എന്തിനു തരണം? എനിക്ക് ചാൻസ് കിട്ടി തന്നെ. ഇപ്പൊ യോബിന്റെ പുസ്തകമാണെങ്കിലും ഹണീബി ആണെങ്കിലും വേറെ ആൾക്ക് വേണ്ടി ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന സ്ഥാനം അവസാന മൊമെന്റിൽ ഇപ്പൊ സിദ്ദിഖ് സാർ ആയിരുന്നു ഹണീബിയിലെ ചേട്ടനായിട്ട് അഭിനയിക്കേണ്ടത്. അവസാന നിമിഷം ആ പറയുന്ന ആൾക്ക് താടി പഠിക്കേണ്ടി വന്നു വേറെ പടത്തിന്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി. അപ്പൊ ചേട്ടന്മാരിൽ പ്രശ്നമായി. അപ്പൊ ഡയറക്ടർ ഡിസൈഡ് ചെയ്യണം നമുക്ക് ഇളയ ഒരാളെ ആഡ് ചെയ്യാന്ന് പറഞ്ഞു. കാര്യം ആ സമയത്ത് കുറെ ആൾക്കാർ ഇവിടെ നിന്ന് അഭിനയിക്കാൻ പുറത്തോട്ട് എന്തിനൊക്കെ വേണ്ടി ഫംഗ്ഷന് വേണ്ടി പോയേക്കാണ്. അപ്പൊ എന്നെ ഓഡിഷന് കണ്ടു പരിചയമുണ്ടായിരുന്നു. എന്നെ വിളിച്ചു വരുത്തി 2ാമത് ഓഡിഷൻ ചെയ്താണ് ആ ക്യാരക്ടർ കിട്ടിയത്. 2ാമത് നമ്മളുടെ യോബിന്റെ പുസ്തകം ഞാൻ ചെയ്ത ക്യാരക്ടർ വേറെ ആൾ ചെയ്യാനിരുന്ന നമ്മുടെ ശ്യാമേട്ടനും അമലേട്ടനും കൂടി ഇവിടെ കലൂര് ഫ്രഞ്ച് ടോസ്റ്റിന്റെ സൈഡിൽ വന്ന് നിൽക്കുന്ന സമയം ഞാൻ തൊട്ടപ്പുറത്ത് ഐസ് ഫ്രൂട്ടിനും ചപ്പിക്കൊണ്ട് നിൽക്കുക. ഞാൻ കണ്ടിട്ടില്ല ഇവര് കണ്ടിങ്ങനെ വന്ന് ഇവര് പോയി കഴിഞ്ഞാൽ എന്നെ പിറ്റേ ദിവസം വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ആ ക്യാരക്ടർ ചെയ്യാനുള്ള ആള് ഷൂട്ടിംഗ് തുടങ്ങി 2 ദിവസം ബാക്കി, ഇയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, മിസ്സിംഗ് ആണ്, എന്തോ പ്രശ്നം പറ്റി. എന്നെ അവിടെ വെച്ച് കണ്ടപ്പോൾ ഇവനെ ചിലപ്പോൾ പറ്റുമായിരിക്കും തോന്നി വിളിച്ചു. ഞാൻ അതിൽ വന്നു. അന്ന് സിനിമയിൽ അവർക്കറിയാം, ഹനീബിയെ കണ്ടിട്ടുണ്ട് അവര്. അപ്പൊ അങ്ങനെ വിളിച്ചു, എനിക്ക് ആ ക്യാരക്ടർ കിട്ടി. പിന്നെ ഇവൻ ലാൽ ബഹദൂർ ശാസ്ത്രി ആണെങ്കിലും ജയേട്ടൻ യോബിന്റെ പുസ്തകത്തിൽ കണ്ട് പരിചയത്തിന്റെ പേരിൽ ഇങ്ങനെ കാസ്റ്റിംഗ് നടന്നപ്പോൾ ജയേട്ടനാണ് പറഞ്ഞത് ആ പയ്യനെ വിളിക്കുക, അവൻ ചെയ്യുമെന്ന് പറഞ്ഞു എനിക്ക് ഈ ക്യാരക്ടർ കിട്ടിയത്. പിന്നെ കായംകുളം കൊച്ചുണ്ണി ആണ് ഒരു പടം കണ്ട് ഇഷ്ടപ്പെട്ട് ആദ്യമായിട്ട് കോൾ വരുന്നത്. കാര്യം സൈറാബാനു കണ്ടപ്പോൾ ചേട്ടന്റെ അസിസ്റ്റന്റാണ് പടം ചെയ്തത്, അവിടെ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ട് വിളിച്ചാണ്. ഈ വാരിക്കുഴിയിലെ കൊലപാതകമാണെങ്കിലും ദർ വർ മെനി ഓപ്ഷൻസ്. ആ ഓപ്ഷൻസ് ഒന്നും വർക്ക്ഔട്ട് ആയപ്പോഴേക്കും ഇവനെ വെച്ച് നോക്കാം എന്ന് പറഞ്ഞ് ട്രൈ ചെയ്ത പുള്ളിയുടെ ഒരു മനസ്സിലാണ് വന്നത്. ഓഡിഷൻസിനൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. ഓഡിഷൻസ് ഇപ്പോഴും എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഓഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകാൻ തയ്യാറാണ്. കാര്യം ഇഫ് ഒരു പടത്തിന്റെ ലീഡ്
റോളിന് വേണ്ടി കാസ്റ്റ് ചെയ്യാണ്. അവർ ഓഡിഷൻ നോക്കിയിട്ട് ഈ അടുത്ത് ഞാൻ ഇന്നലെ എന്റെ മനസ്സിൽ വിചാരിച്ചുള്ളൂ, നമ്മുടെ ക്യാപ്റ്റൻ പൈലറ്റ് അഭിനന്ദിന് വേണ്ടിയിട്ടുള്ള മൂവി ചെയ്യാൻ പോകുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആക്ടർ ആരാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ എന്റെ ഫോൺ എടുത്തിട്ട് ഫ്രണ്ടിൽ കൂടി അങ്ങനെ ഇങ്ങനെയൊക്കെ പുള്ളിയുടെ ഫോട്ടോ വെറുതെ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്തു ഗൂഗിളിൽ നിന്ന്. എന്നിട്ട് ഞാൻ എന്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കുകയാണ്, ഇതായിട്ട് പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് എനിക്കിങ്ങനെ കൊളാഷ് ചെയ്ത് അയച്ചു കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട്. എന്റെ ലൈഫിൽ ഭയങ്കര ആഗ്രഹമാണ് അങ്ങനത്തെ ഒരു ആർമി ഓഫീസർ ഇതൊക്കെ ചെയ്യണം. ഇല്ല എന്തോ ഒരു ചായയില്ലേ ഒന്നും ഇവിടെ ഒന്ന് പറഞ്ഞേക്കുന്നു, ആരോടെങ്കിലും കേൾക്കട്ടെ. ഹൈറ്റും പുള്ളിയുടെ ഹൈറ്റൊക്കെ ഏകദേശം സെയിം ആണ്. ചാൻസ് ചോദിച്ചിട്ട് ഒരുപാട് നടന്നിട്ടുണ്ടോ? കുറെ പേരെടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ അവരെല്ലാവരും പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട് കുറെ ഡയറക്ടേഴ്സിനെ. അപ്പൊ ഈ പ്രാവശ്യം ഷോ വന്നപ്പോഴായാലും എന്റെ ഫോണിൽ ഇവരുടെയൊക്കെ പരിചയപ്പെടാൻ പോയതുകൊണ്ട് കോൺടാക്ട്സ് എന്ന് പറഞ്ഞ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ കുറെ പേരുണ്ട്. അപ്പൊ എന്തൊരു പടം ചെയ്താലും ഞാൻ പോസ്റ്റ് കിട്ടിയില്ല അപ്പൊ ഷെയർ ചെയ്ത് അവരായിട്ടൊരു ലിങ്ക് ഉണ്ടായിരുന്നു. പിന്നെ രഞ്ജിത്ത് ശങ്കറായിട്ട് ഞാൻ ഗേൾഫ്രണ്ടിന് മെസ്സേജ് അയക്കണ പോലെ നമ്പർ കിട്ടിയപ്പോൾ മുതൽ എല്ലാ ദിവസവും മെസ്സേജ് അയക്കുമായിരുന്നു. പക്ഷെ കുറെ നാൾ കഴിഞ്ഞ് കായംകുളം കൊച്ചുണ്ണി കഴിഞ്ഞ സമയത്താണ് ആദ്യമായിട്ട് അതിന് റിപ്ലൈ വന്നത്. ഹായ് അമിത്, ഹൗ ആർ യു പ്ലേസ് ദിസ് മന്ത് എന്ന് പറഞ്ഞു ഫസ്റ്റ് ആയിട്ട്. അപ്പൊ തന്നെ മനസ്സിലായി മോനെ എന്തോ ചാൻസ് വരുന്നുണ്ട്. അങ്ങനെയാണ് പ്രേതം 2 അഭിനയിക്കാൻ പറ്റിയത്. അമിത്തിന്റെ അന്നത്തെ അവസ്ഥയ്ക്ക് പറ്റിയൊരു പാട്ട് വെച്ചിട്ടെ പിന്നാലെ വരുന്നുണ്ട്. വാരിക്കുഴിയിലെ കൊലപാതകം എന്ന് പറഞ്ഞ സിനിമയിലെ ടൈറ്റിൽ റോള് ചെയ്ത അമിത് ചക്കാലക്കൽ. ഇനി ആ ടൈറ്റിൽ കഥാപാത്രത്തിന്റെ പേരാള് തന്നെ പറയേ, ഫാദർ വിൻസെന്റ് കൊമ്പന. കൂടെ ഞാനുണ്ട്, ശാലിനി. അമിത് അമ്മയിലെ അംഗത്വമൊക്കെ എടുത്തോ? ഇല്ല, എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പൊ അമ്മയുടെ അംഗത്വം കിട്ടിയിട്ട് നമ്മൾ ആ ഷോ പോയി ചെയ്യുമ്പോൾ ആ ഷോയില് ആൾക്കാർ കാണുമ്പോൾ നമ്മൾ റിക്കളക്ട് ചെയ്യാൻ പറ്റണം. ഇപ്പൊ എന്നെ ഞാനിപ്പോ ഒരു അമ്മയുടെ ഷോന് അംഗത്വം എടുത്ത് പോയി ഒരു ഷോന് എന്തെങ്കിലും പെർഫോം ചെയ്താൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആൾക്കാർ ഇതേ ചെക്കൻ എന്ന് ചോദിക്കുള്ളൂ. എനിക്ക് അംഗത്വം ഉണ്ടെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ആ രീതിയിൽ ഒരു ഷോന് വേണ്ടി ചെല്ലുമ്പോൾ അമ്മേനെ റെപ്രസെന്റേറ്റ് ചെയ്യുമ്പോൾ കാണുന്ന ആൾക്കാർക്കൊക്കെ പറയാൻ പറ്റണം അത് ഇന്ന നടനാണ്. ഞാൻ ആ ലെവലിലായിട്ടില്ല. പക്ഷേ വാരിക്കുഴിയിലെ കൊലപാതകത്തിലെ ഫാദർ വിൻസെന്റ് ആയതിനു ശേഷം ഇനി അതും എത്രത്തോളം ആൾക്കാരിൽ മനസ്സിലാകുന്നു ഇത് വരുന്നു, ഞാൻ ഡിസർവ് ചെയ്യണ്ടെങ്കിൽ എനിക്കത് കിട്ടും. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പേര് കേൾക്കുമ്പോ വാരിക്കുഴിയിലെ കൊലപാതകം എന്ന് കേൾക്കുമ്പോ ഇതൊരു കുടുംബചിത്രമല്ല എന്ന് തോന്നലുകൊണ്ട് ആൾക്കാർ കയറാതിരിക്കണം. അയ്യോ, ശരിക്കും അത് ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമേ പോസ്റ്റേഴ്സ് ഇടുമ്പോൾ തന്നെ എല്ലാവരും ചോദിച്ചിട്ടുള്ളത് ഇത് വാരിക്കുഴിയിലെ കൊലപാതകം ഒരു ഡാർക്ക് സിനിമയാണോ, ഫാമിലിക്ക് പറ്റിയതല്ലേ എന്നാണ്. പക്ഷെ എന്നാൽ ഇത് ഫാമിലി പടമാണ്. കാര്യം ഇതിന്റെ അകത്ത് ഏറ്റവും വലിയൊരു മെസ്സേജ് ഉണ്ട്. ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരു കുടുംബനാഥന്റെ എടുത്തിയാട്ടം കൊണ്ട് സംഭവിക്കുന്ന അതാണ് ഈ പടത്തിന്റെ സ്റ്റോറി. ആൻഡ് ടു ദി എൻഡ് ലൈൻ ഇറ്റ് ഇസ് എ നാച്ചുറൽ മൂവി. ഇനി ഞാൻ പേഴ്സണൽ ആയിട്ട് ഒരു ചോദ്യം കൊണ്ട് ചോദിക്കാട്ടോ, ഈ വാരിക്കുഴിയിലെ കൊലപാതകം എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്റർ എന്റെ ഫ്ലാറ്റിന്റെ തൊട്ട് മുന്നേ ഒട്ടിക്കാനായിട്ട് നീയാണോ കൊട്ടേഷൻ കൊടുത്തത്? എല്ലാ ദിവസം രാവിലെ ഞാനിത് കണ്ടിട്ട് ഇറങ്ങണത്. ഞാൻ ഒട്ടിച്ച സമയത്ത് തന്നെ ഞാൻ അത് മനസ്സിൽ വിചാരിച്ചു, ഇത് ശാലിനി കാണും, അങ്ങനെയെങ്കിലും എന്നെ സ്റ്റാർ ജാമിൽ ഇവള് വിളിക്കും. ചോദിക്കട്ടെ, ഇനിയിപ്പോ എന്താ തമിഴും തെലുങ്കൊക്കെ താല്പര്യമുണ്ടോ? എനിക്ക് എല്ലാം താല്പര്യമുണ്ട്. പിന്നെ ഇത് ചെയ്യുമ്പോൾ എന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യുമ്പോൾ അത് 100% ആയിട്ട് അതിനുവേണ്ടി ആ ക്യാരക്ടറിനെ പ്രിപ്പയർ ചെയ്ത് ഡബ് ചെയ്യുമ്പോഴൊക്കെ ആൾക്കാർ തോന്നരുത് അയ്യോ അവൻ അത് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു സമയം കിട്ടി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ചെയ്യും. ഇപ്പൊ കയ്യിൽ വല്ലതും ഉണ്ടോ? ഇപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പൊ അനൗൺസ് ചെയ്തേക്കുന്നത്. അല്ലാതെ വേറെ ഒരു പ്രൊജക്റ്റും കൺഫേം ഒന്നും ആയിട്ടില്ല. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടിരിക്കുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വരൂ, നമുക്കൊരു അടിപൊളി സാധനം ചെയ്യാം. നല്ല വൃത്തിയോടുകൂടി ചെയ്തു കൊടുക്കപ്പെടും. ഉറപ്പായിട്ട് വിത്ത് ഇറ്റ്സ് അൾട്ടിമേറ്റ് ആൻഡ് ദ ബെസ്റ്റ് വിത്ത് ഓൾ ഫോഴ്സ്. സെൽഫ് കോൺഫിഡൻസിന്റെ അങ്ങേയറ്റത്തെ ലെവലാണ് കേട്ടോ മാഷേ. അമിത്, ഓൾ ദ വെരി ബെസ്റ്റ്. ഞാൻ ഇങ്ങോട്ട് അമിതാണെന്ന് എന്റെ ഷോയിൽ വരണേന്ന് പറഞ്ഞപ്പോ നമ്മള് ബാല്യകാല സുഹൃത്തുക്കൾ കൂടി ആയോണ്ട് എന്റെ അമ്മ എന്നെ അവിടെ ആദ്യം പറഞ്ഞത്, നീ വിഷമിപ്പിക്കുന്ന ചോദ്യം ഒന്നും ചോദിക്കരുത് കേട്ടോ, നീ കൊല്ലരുത് കേട്ടോ അവനെന്നാ. അങ്ങനെ തോന്നിയില്ലല്ലോ അല്ലെ? ഈ ചോദ്യങ്ങളും പറച്ചിലും ഈ ഷോന് മുമ്പേ എനിക്ക് തന്നേക്കുന്നുണ്ട്. ഇതൊന്നും കൊല്ലലൊക്കെ ഇതിനു മുമ്പേ, അതായത് എന്റെ ലൈഫിൽ ഞാൻ എന്നെ വർത്താനം പറഞ്ഞ് വാ അടപ്പിച്ചേക്കുന്ന ഒരേ ഒരു വ്യക്തി ഇവളാണ്. എനിക്ക് എന്റെ വൈഫും പറയുന്നത്, അതായത് ഒരേ ഒരാളുടെ മുമ്പിൽ എനിക്ക് വാ അടച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ശാലിനി, RJ ആ ശാലിനിയുടെ ഫ്രണ്ടിലാണ്. അപ്പൊ ഒന്നും അല്ലേ, അത് താൻ വലുത്. ഷോ. അപ്പൊ അവിടുത്തെ ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി ഞാൻ അതിനെ വിളിക്കുന്നതായിരിക്കും ഷോയിൽ കേട്ടോ. ഇതേപോലെ ഭംഗിയായിട്ട് പറഞ്ഞ പോലെ തന്നെ നീ വെല്ലുവിളിച്ചാണ് എന്റെ അടുത്ത്, ഞാൻ ശാലിനിയുടെ ഷോയിൽ എന്തായാലും ഒരു ദിവസം വരും നേരപ്പോ ഞാനേ പറഞ്ഞു പോടർക്കാം. എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാ സീസണിലും ഇങ്ങനെ സ്റ്റാർ ജാമിൽ വന്ന് പോകാൻ പറ്റിയ ഈശ്വര. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. സോ ഇനി നമ്മുടെ ചാൻസ് എന്നുള്ള കാര്യം അറിയാലോ അല്ലെ? എനിക്കൊരു ഫേസ്ബുക്ക് പേജും ഉണ്ട്, ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഉണ്ട്. RJ ശാലിനി എന്നാ രണ്ടിന്റെയും പേര്, SALINI എന്നാണ് സ്പെല്ലിംഗ്. അപ്പൊ അതിലേക്ക് കമന്റും സജഷൻസും ഒക്കെ അയക്കണം. റിപ്ലൈ ഒക്കെ കിട്ടും. സോ അടുത്ത ആഴ്ച അടുത്ത ഗസ്റ്റുമായിട്ട് വീണ്ടും കേട്ടുമുട്ടാം. ദിസ് ഇസ് ശാലിനി സൈനിങ് ഓഫ് ഫ്രം Club FM Star Jam. ഇവിടെ മാത്രം ടൺ 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 കണക്കിന് ഫൺ.